ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ശ്രീമദ് ഭാഗവത ചർച്ച ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ. ഇത് നിർത്തിയരാട്ടോ. നന്ദഗോപകുമാര ഗോവിന്ദായ നമോ നമ. ഓമജ്ഞാനതിമിരന്ധസ്സുജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമയം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരോം വൈഷ്ണവം ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതാ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭഗവതേ ശ്രീമതേ ജയപതാകസ്വാമിനിധി ആചാര്യപാദായ നിതായ കൃപപ്രദായ ഗൗരവതാദാന്തായ നഗരഗ്രാമതായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദിപാശ്ചാത്യ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്തസരസ്വതി നാമിനേ. ശ്രീവാസുമാനവീ ദേവി ദേദായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭുവേ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗപത്തിത ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരി രൂപാനുഗവിരുദ്ധ സിദ്ധാന്തലിംഗഹരി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യനിധി വിപ്രലംബര സാംബോധി പാദാംബുജായതേ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനായ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗരായ ഗൗരാവിർഭാവഭൂമൈസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവോമ ശ്രീജഗന്നാഥായ ദേവ. നമോ മഹാധന്യായ കൃഷ്ണ പ്രേമ പ്രദായ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയദാം സുരതോ പങ്കോർമമം ദേവദേവത്സരസുഖാദാമുചരാധാമഗമോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവ കൃഷ്ണാലകസേവന ശ്രീമൻരാസരസാരംഭി വംശീവരത്തരസ്തകർഷണ്വേന സ്വനേവനാഥസ്വസ്ത. തപ്തകാഞ്ചന ഗൗരാംഗിരാധി വൃന്ദാവനേശ वृषभानुसुते प्रणमामि हरिप्रिय. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर. हरे कृष्ण 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 हरे राम 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 हरे कृष्ण 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 हरे हरे राम हरे कृष्ण 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 हरे राम राम राम. मुगं करोति वाचालं पंगुं लङ्घयति गिरिमित्कृपातमहं श्रीगुरुं परमानंद माधवं श्री चैतन्य ईश्वरं. हरि ओं तत्सत्. हरे कृष्ण. വിദുരരും മൈത്രഋഷിയായിട്ടുള്ള സംവാദമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായം. ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുന്ന ആ ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇരുപത്തിയാറാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച സ്വസംഭവം നിശമ്യേവം തപോ വിദ്യസമാധിഭിം യാവൻ മനോവചാസ്തുത്വാ വിരാരാമ സഖിന്നവത്ത്. മൈത്രേഷി പറഞ്ഞു, വിതുരരെ, ബ്രഹ്മദേവന് മനസ്സിലായി ബ്രഹ്മദേവൻ എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഭഗവാനെ കണ്ടു, ഭഗവാനെ സ്തുതിച്ചു, ഭഗവാന്റെ കാരുണ്യത്തിനായിട്ട് യാചിച്ചു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും മനസ്സും അനുവദിക്കുന്ന അത്രത്തോളം ഭഗവാനെ സ്തുതിച്ചു. അതിനുശേഷം അദ്ദേഹം നിശബ്ദനായിട്ട് നിൽക്കുകയാണ്. അന്നേരം തപസ്യയുടെ ഇത്രയും വർഷത്തെ തപസ്യയും അറിവിൻ്റെയും മനസ്സിൻ്റെയും പരിമിതിയിലെത്തി അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ട് ആൾ ശാന്തനായിട്ടിരിക്കുകയാണ്. അതാ അഭിപ്രീതം അന്വീക്ഷ ബ്രഹ്മണ മധുസൂദന വിഷന്ന ചേതസം തേന കൽപ്പ വിധികരംബസ ലോകസംസ്ഥാന വിജ്ഞാനേ ആത്മനാ പരിഖേദ്യത തമാഹ അഗാധ്യയ വാചാ കഷ്മലം സമയമിവ. ഭഗവാൻ കണ്ടു ബ്രഹ്മദേവൻ സൃഷ്ടിയെക്കുറിച്ചുള്ള വളരെ അത് എങ്ങനെ സൃഷ്ടി നടത്തണം എന്നതിനെക്കുറിച്ച് ചിന്തയിലാണ്. അതുകൂടാതെ ചുറ്റുമുള്ള ആ പ്രളയജലത്തെ കണ്ട് ബ്രഹ്മദേവൻ വളരെ വിഷമത്തിലിരിക്കുകയെന്ന് മനസ്സിലായി. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഭഗവാൻ വളരെ ശക്തമായിട്ടുള്ള ശബ്ദത്തോടു കൂടി ഒരുപാട് ചിന്തിപ്പിക്കുന്ന വാക്കുകൾ ഭഗവാൻ പറഞ്ഞു. ബ്രഹ്മദേവൻ്റെ എല്ലാ ആ മോഹനത്തെയും വ്യാമോഹത്തെയും മാറ്റുന്ന ആ ഒരു വാക്കുകൾ ഭഗവാൻ പറഞ്ഞു. ശ്രീ ഭഗവാനുവാച മാ വേദഗർഭഗാസ്തന്ത്രീം സർഗ ഉദ്യമമാവഹ തൻ തത്മായാ അബാധിതം ഹി അഗ്രേ യത്മാം പ്രാർത്ഥയതേ ഭവാൻ. ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മദേവ, എല്ലാ വേദങ്ങളും അറിയുന്ന പരമോന്നത വ്യക്തിയാണങ്ങ്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. സൃഷ്ടിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. അങ്ങ് സൃഷ്ടി എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് ഭഗവാൻ പറഞ്ഞു. ഭൂയത്വം തപ ആതിഷ്ഠ വിദ്യാം ച ഏവ മത് ആശ്രയം താഭ്യാം അന്തഃഹൃദി ബ്രഹ്മൻ ലോകാൻ ദ്രക്ഷ്യസി അപാവൃതൻ. ബ്രഹ്മ, അങ്ങ് തപസ്യയിൽ ഏർപ്പെടും, ധ്യാന നിമഗ്നാകും. എൻ്റെ കാരുണ്യത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അന്നേരം അതിലൂടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉള്ള അതിനുള്ള അറിവ് അങ്ങയുടെ ഹൃദയത്തിൽ ബോധ്യപ്പെടും എന്ന് ഭഗവാൻ പറഞ്ഞു. തഥാത്മനി ലോകേ ച ഭക്തിയുക്ത സമാഹിത ദൃഷ്ട അസി മാം തഥം ബ്രഹ്മൻ മയി ലോകാന്ത്വമാത്മന. ബ്രഹ്മദേവ, പൂർണ്ണമായിട്ടും എൻ്റെ ധ്യാനത്തിലിരിക്കുമ്പോൾ അങ്ങ് കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും എല്ലാ ദിശകളിലും എന്നെ തന്നെ കാണാൻ കഴിയും. അങ്ങനെ അങ്ങേക്ക് മനസ്സിലാവും അങ്ങ് സൃഷ്ടിക്കുന്ന ജീവജാലങ്ങളും എല്ലാം എന്നിൽ തന്നെയാണ് നിലനിൽക്കുന്നതെന്ന്. യഥാ തു സർവഭൂതേഷു ധാരുഷു അഗ്നിം ഇവ സ്ഥിതിയും. അങ്ങനെ കുറച്ച് ചൂടുവെള്ളം തരാൻ പറ്റും. യഥാ തു സർവഭൂതേഷു ധാരുഷു അഗ്നിം ഇവ സ്ഥിതം. ഉണ്ടോ? ഇവിടെ ഇല്ലേ? ഇല്ലല്ല, കുഴപ്പമില്ല. യഥാ തു സർവഭൂതേഷു ധാരുഷു അഗ്നിം ഇവ സ്ഥിതം പ്രതിചക്ഷിതാ മാം ലോക ജഹ്യാ തർഹി ഏവ കശ്മലം. അങ്ങ് എല്ലാ ജീവജാലങ്ങളിലും എന്നെ തന്നെ കാണാൻ കഴിയും, സർവചരാചരങ്ങളിലും. എങ്ങനെയാണോ അഗ്നി മരത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്, അതേപോലെ മരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അഗ്നിയെ ആർക്കും കാണാൻ കഴിയില്ല, അല്ലേ?
പക്ഷെ എപ്പോഴാണോ ആ മരം അഗ്നിയായിട്ട് ബന്ധപ്പെടുന്നത്, അപ്പോൾ എല്ലാവർക്കും ആ അഗ്നിയുടെ ഗുണങ്ങളെ മനസ്സിലാവും. അതേപോലെ ഭഗവാൻ സർവ്വചരാചരങ്ങളിലും ഒരു മരത്തിൻ്റെ ഉള്ളിൽ അഗ്നി ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ മാത്രമേ, അതീന്ദ്രിയ ദൃഷ്ടി അങ്ങേക്ക് ലഭിക്കുമ്പോൾ മാത്രമേ അങ്ങേക്ക് എല്ലാവിധ അജ്ഞാനത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, വ്യാമോഹത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയും. യഥാരഹിതം ആത്മാനം ഭൂത ഇന്ദ്രിയ ഗുണാശ്രയേ സ്വരൂപേണ മയാ ഉപേതം സ്വരാജ്യം ഋച്ഛതി. അങ്ങ് ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരത്തിൻ്റെയും ആവരണത്തിനപ്പുറത്ത് പോകുമ്പോൾ, സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും ആവരണത്തിന് ആരോടാ ഭഗവാൻ പറയുന്നത്? ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഇവിടെ പറയുന്നു, അങ്ങ് പൂർണ്ണമായിട്ടും സ്ഥൂല സൂക്ഷ്മ ശരീരത്തിൻ്റെ ആവരണങ്ങളെ മറികടക്കുമ്പോൾ, അങ്ങയുടെ ഇന്ദ്രിയങ്ങൾ എല്ലാവിധ ത്രിഗുണങ്ങളിൽ നിന്നും മുക്തനാകുമ്പോൾ അങ്ങേക്ക് മനസ്സിലാവും ആ പരിശുദ്ധ ഭാവത്തിൽ ഞാനും അങ്ങേയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. ആ ഒരു അവസ്ഥയിൽ അങ്ങേക്ക് ഒരുപാട് ആനന്ദം ലഭിക്കുമെന്നാണ്. നമ്മുടെ അവസ്ഥ അത് തന്നെയാണ് അല്ലേ? അന്നേരം നമ്മൾ ഈ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം ഇതിൻ്റെ ആവരണത്തിനെ മറികടക്കണം. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിരിക്കുന്നത്. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ നമ്മൾ ഈ കാണുന്ന ഈ ശരീരം, അനുഭവിക്കുന്ന ഈ ശരീരം, ഇതിൻ്റെ ഉള്ളിൽ മനസ്സുകൊണ്ട് നിർമ്മിച്ച, മനസ്സ്, ബുദ്ധി, നിത്യാഹങ്കാരം കൊണ്ട് നിർമ്മിച്ച ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഈ സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും ആവരണങ്ങളെ മറികടക്കണം നമുക്ക്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നത്. അന്നേരം ഇപ്പോൾ ഈ സ്ഥൂല ശരീരം അത് നിർജീവ വസ്തുവാണ്, ജഡതത്വമാണ്. ഈ സൂക്ഷ്മ ശരീരവും ജഡതത്വമാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവതത്വം. യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറഞ്ഞാൽ അത് പ്രാണവായുവിലുമല്ല, ശരീരത്തിലുമല്ല. ജീവാത്മാവ് നിന്നാണ്, അത് തന്നെയാണ് ജീവൻ. പക്ഷേ പ്രാണവായുവിൻ്റെ ഉള്ളിൽ ജീവാത്മാവ് ഇരിക്കുന്നത് കൊണ്ട് പ്രാണവായുവിന് ജീവനുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും ഉള്ളിലാണ് ആത്മാവിരിക്കുന്നത്. ആത്മാവിന് പ്രാണവായുവായിട്ടൊരു ബന്ധമില്ല. അത് നമ്മൾ എന്ന് തിരിച്ചറിയുന്നു, നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഈ സ്ഥൂല സൂക്ഷ്മ ശരീരത്തിൻ്റെ ആവരണങ്ങൾക്കപ്പുറത്തായിട്ട് നമ്മൾ നിലനിൽക്കുന്നു. ആ ഒരു അവസ്ഥയിൽ ഭഗവാനുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുന്നു എന്നാണ്. അതായത് ഈ ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെ ആവരണങ്ങളെ മറികടക്കുമ്പോൾ തന്നെ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ സ്ഥൂല സൂക്ഷ്മ ശരീരത്തിൻ്റെ ആവരണങ്ങളെ മറികടക്കാതെ നമ്മൾ ഭഗവാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അത് ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ നിറഞ്ഞ ഭക്തിയായിരിക്കും, പരിശുദ്ധ ഭക്തിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഭക്തി എങ്ങനെയാണ്? ജഡ കർമ്മങ്ങളുടെ, ഈ ഭൗതിക ബന്ധനങ്ങളുടെ മാലിന്യങ്ങൾ നിറഞ്ഞ ഭക്തിയാണ്. പരിശുദ്ധ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും, മനസ്സിൻ്റെ എല്ലാ ചിന്താ മേഖലകളെയും, ബുദ്ധിയുടെ എല്ലാ മേഖലകളെയും മറികടന്ന് ഇതിനപ്പുറത്തിരിക്കുന്ന ആത്മാവിനെ നമ്മൾ തിരിച്ചറിയണം. കുറച്ചും കൂടെ ഉണ്ടോ? വേറെ വെള്ളം ഉണ്ടോ? അല്ല, ഇത് മതി. മതി. ഇതൊന്ന് തുറന്നു വെച്ചാൽ മതി കുറച്ച്. അന്നേരം നമ്മുടെ ഈ ലോകമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന എല്ലാ ചിന്തകളെയും മറികടക്കണം.
അതിനപ്പുറത്താണ് നമ്മൾ ആത്മാവിരിക്കുന്നത്. ആ ആത്മാവിനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ ആത്മീയ അവബോധത്തിൽ ഇരുന്നു കൊണ്ട് നാമം ജപിക്കണം. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സിൻ്റെ ചിന്താ മേഖലകളിലുമല്ല എന്ന് അതിനപ്പുറത്തിരിക്കുന്ന ഞാൻ ഇതിനുള്ളിലിരിക്കുന്ന ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതെങ്ങനെ അങ്ങനെ ചിന്തിച്ചാൽ മാത്രം പോരാ, മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനങ്ങളെടുക്കണം. ആത്മസാക്ഷാത്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, ആത്മസാക്ഷാത്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാതെ തിരസ്കരിക്കുക, ഭക്തിയിൽ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന് കുടുംബജീവിതം ഒരു തടസ്സമല്ല. ഈ ശരീരത്തെ ഉപയോഗിക്കുക ആത്മസാക്ഷാത്കാരത്തിന്, ശരീരത്തിനെ ത്യജിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ശരീരത്തെ വേണ്ട എന്നല്ല പറയുന്നത്. ശരീരത്തെ വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ ഉടനെ മോക്ഷത്തിലേക്ക് എത്തത്തില്ല. കാരണം നമ്മുടെ മനസ്സ് ഈ ശരീരമാണെന്നുള്ള ചിന്തകളിൽ മഗ്നരായിട്ടിരിക്കുകയാണ്. അന്നേരം അത്രത്തോളം തമോ ഗുണത്തിലിരിക്കുന്ന ആ ശരീരത്തെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിൻ്റെ ചിന്താ മേഖലകളെ ഉയർത്തണം. ഉയർന്ന ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരണം. അത് ഒറ്റയടിക്ക് ലഭിക്കുന്നതല്ല, നമ്മുടെ മനസ്സിന് പരിശീലനം കൊടുക്കണം. കൊച്ചുകുട്ടികൾക്ക് എങ്ങനെയാണോ നമ്മൾ ഒരു പരിശീലനം കൊടുക്കുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയെ തിരുത്തുന്നത്, ഒരു ടീച്ചർ എങ്ങനെയാണോ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്, ഒരു മിലിറ്ററി ഓഫീസർ എങ്ങനെയാണോ സോൾജേഴ്സിനെ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്നത്, അതേപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കണം. ഈ മനസ്സിൻ്റെ രീതിയിൽ വിട്ടുകഴിഞ്ഞാൽ ഈ മനസ്സ് ആത്മാവിനെ കൊണ്ട് ഓരോരോ തെറ്റുകളിലേക്ക് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ഈ ശരീരം ജഡവസ്തുവാണ്, മനസ്സും ജഡവസ്തുവാണ്, ആത്മാവാണ് ജീവൻ, വായുവും ജഡമാണ്. ജീവനില്ല ഇതിനൊന്നും, ഇത് ജഡതത്വമാണ്. പക്ഷേ ആത്മാവിൽ നിന്നാണ് ഇതിന് ജീവൻ വയ്ക്കുന്നത്. ഒരു ശരീരത്തിൽ നിന്നും ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിന് ജീവനില്ല. പോകുന്ന സമയത്ത് പ്രാണവായും കൂടെ ചേർത്തിട്ടാണ് പോകുന്നത്, സൂക്ഷ്മ ശരീരവും കൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ സൂക്ഷ്മ ശരീരം ആത്മാവിനെ ഈ ലോകമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനസ്സ്. അന്നേരം മനസ്സിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ നിന്ന് പുറത്തു വന്നു എന്നാണ്. അതായത് മനസ്സിൻ്റെ ചിന്തകളാണ് നമ്മളെ ഈ ലോകമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ചില വ്യക്തികൾക്ക് മനസ്സിൻ്റെ താളം തെറ്റുമ്പോൾ അവർ ഈ ലോകത്തേ ഇല്ല, അല്ലേ? ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ പോയ വ്യക്തികൾ, അവരുടെ മനസ്സിൽ അവർ വേറെ എവിടെയോ ആണ്. മന ഏവഹി മനുഷ്യാണ്, മനസ്സെവിടെയാണോ അവിടെയാണ് നമ്മൾ. മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. മനസ്സ് പല പല മേഖലകളിലും ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നെല്ലാം വീണ്ടും വീണ്ടും മനസ്സിനെ പൂർണ്ണമായിട്ടും, അപ്പോൾ നമ്മൾ ശരീരം കൊണ്ട് തെറ്റുകൾ ചെയ്യുന്നില്ല, ശരീരം കൊണ്ട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നു, കൈകൊണ്ട് നാമം ജപിക്കുന്നു, വാഗൊണ്ട് ശബ്ദം ഉച്ചരിക്കുന്നു, ഭഗവാന്റെ തിരുനാമം ഉച്ചരിക്കുന്നു. ഇനി നമുക്ക് പിടിക്കേണ്ടത് മനസ്സിനെയാണ്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ വിജയിച്ചു. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. കാരണം എന്താ? മനസ്സ് തന്നെ മെയിൻ പ്രശ്നം. കാരണം കയ്യിൽ ജപമാല പിടിക്കണമെങ്കിൽ മനസ്സിൻ്റെ സഹായം വേണം, മനസ്സനുവദിക്കണം. മനസ്സനുവദിക്കണമെങ്കിൽ മനസ്സ് അത്രത്തോളം പുണ്യം ചെയ്ത ആ വ്യക്തി, ആ മനസ്സിൻ്റെ ഉടമ അത്രത്തോളം പുണ്യവാനും പുണ്യവതിയായിരിക്കണം. തേഷാം തു അന്തഗത പാപം ജനാനാം പുണ്യകർമ്മണം. പാപം ചെയ്യാനുള്ള പ്രവണത ആ മനസ്സിൽ നിന്ന് പോയി കാണണം. എങ്കിൽ മാത്രമേ ജപിക്കാനും സത്സംഗം കേൾക്കാനും തോന്നും. സത്വഗുണം ശക്തമായിരിക്കണം. എങ്കിൽ മാത്രമേ കയ്യിൽ ജപമാല പിടിക്കാനും സത്സംഗം കേൾക്കാനും ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യാനും ഉള്ളിൽ നിന്ന് തോന്നും. ആദ്യത്തെ
ഘട്ടത്തിൽ നമ്മൾ വിജയിച്ചു. ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ വരണം. അടുത്ത സ്റ്റേജ് എന്താ? മനസ്സ്. ശരീരത്തെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക. ശരീരം കൊണ്ട് ഭഗവാന്റെ സേവനങ്ങൾ മാത്രം ചെയ്യുക. കാരണം ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതെല്ലാം മനസ്സിൻ്റെ തീരുമാനങ്ങളും ചിന്തകളുമായിട്ട് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ, ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദങ്ങൾ, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശ്രദ്ധിക്കണം. അതെല്ലാം കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അതിൻ്റെ അന്തിമ ഫലം കൃഷ്ണന് വേണ്ടിയായിരിക്കണം. കൃഷ്ണന് കൊടുത്തിട്ടായിരിക്കണം നമ്മളത് സ്വീകരിക്കുന്നത്. കർമ്മഫലം, ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട്, കൈകൊണ്ട് ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ റിസൾട്ട് ഭഗവാന് കൊടുത്തിട്ടായിരിക്കണം നമ്മളത് സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ ശരീരം കൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവത് കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാക്ടിക്കലി ഡിവോഷണൽ സർവീസ്, പ്രാക്ടിക്കൽ ഭക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഭക്തി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഞാനെപ്പോഴും കൃഷ്ണഭക്തിയിലാണ്, ഞാനെപ്പോഴും കൃഷ്ണസ്മരണയിലാണ്. പക്ഷെ പ്രവൃത്തി മുഴുവൻ കൃഷ്ണന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. അവരവരുടെ കാര്യം മാത്രം നോക്കിയിരിക്കും. വല്ലപ്പോഴുമൊക്കെ ഗുരുവായൂർ വരുമ്പോഴോ അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രത്തിൽ വരുമ്പോൾ മാത്രം കൃഷ്ണ ഇങ്ങനെ വിളിക്കുന്നതല്ലാതെ അവരുടെ പ്രവൃത്തിയുമായിട്ട് അതുമായിട്ടൊരു ബന്ധവും കാണത്തില്ല. കുറ്റം പറയുകയല്ല, നമ്മളങ്ങനെ ആയി പോകരുത്, അതുകൊണ്ട് പറയുന്നു. എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും പോരാ. നമ്മുടെ ലക്ഷ്യം ഭഗവാന്റെ ലോകം, വൈകുണ്ഠം, ഗോലോകം. അവിടെ നമ്മൾ എത്തണമെങ്കിൽ ഇതൊന്നും പോരാ. പരിശുദ്ധ കൃഷ്ണഭക്തി, പരിശുദ്ധ കൃഷ്ണഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കഴിയൂ. അതിനു വേണ്ടി നമ്മളിങ്ങനെ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം, പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം. അന്നേരം ശരീരം നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചു ഭഗവാന്റെ സേവനത്തിന്. ഇനി മനസ്സിൻ്റെ ചിന്തകളെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കാം. രൂപഗോസ്വാമി പാദ് പറയുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും എന്തിനു വേണ്ടിയാണ്? എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ വേണ്ടി മാത്രമാണ്. ഭഗവാനെ വിസ്മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും. നമ്മൾ നാമം ജപിക്കുന്നതിന് വേണ്ടിയാണ്, സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്തിനു വേണ്ടിയായിരിക്കണം? ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയായിരിക്കും. ഭഗവാനെ ഒരിക്കലും വിസ്മരിക്കരുത്. സദാസമയവും ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കാൻ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതാണ് ഏറ്റവും ആനന്ദകരം, പരമാനന്ദം. അന്നേരം നമ്മുടെ ശരീരത്തെ നമ്മളിപ്പോൾ ഭഗവാന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, മനസ്സിനെയും അതിനു വേണ്ടി ഉപയോഗിക്കുക. ശരീരവും മനസ്സും പൂർണ്ണമായിട്ടും ഭഗവത് തൃപ്പാദങ്ങളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആത്മാവ് അധികം ദൂരെയല്ല. ആത്മാവിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അധികം ദൂരെയല്ല. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, മനസ്സിൻ്റെ ചിന്തകൾ പൂർണ്ണമായിട്ടും കൃഷ്ണന് വേണ്ടിയാകുമ്പോൾ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയും. ശരീരം ശുദ്ധമാകും, മനസ്സ് ശുദ്ധമാകും. ശരീരവും മനസ്സും ആത്മാവുമായിട്ട് പിന്നെ അധികം വ്യത്യാസമില്ല. ആത്മാവ് ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ ശരീരം ചെയ്യുന്നു, മനസ്സ് ചെയ്യുന്നു. പക്ഷേ ബദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് കൃഷ്ണഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, മനസ്സുകൊണ്ട് കൃഷ്ണഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. അന്നേരം ആത്മാവിനെ നമ്മൾ ബദ്ധാവസ്ഥയിലേക്ക് കൂടുതൽ കൂടുതൽ അന്ധകാരത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ മലയാളിയാണെങ്കിലും ഹിന്ദിക്കാരാണെങ്കിലും ഇന്ത്യക്കാരോ പാകിസ്ഥാനോ ആരോ ആണെങ്കിലും മൃഗങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും മലയാളി, തമിഴർ, നായർ, ഹിന്ദു, നമ്പൂതിരി, ഏത് ജാതി, മതം, അതൊന്നൊരു വിഷയമേ അല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാക്കളാണ്. നമ്മൾ ആണുമല്ല പെണ്ണുമല്ല, നമ്മൾ ആത്മാവാണ്. നമുക്ക് ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, നമ്മൾ ഈശ്വരൻ്റെ ദാസന്മാരാണ്. നമ്മൾ ഭഗവാന്റെ സേവകരാണ്. അതാര് തിരിച്ചറിയുന്നോ ഭാഗ്യവാൻ, ഭാഗ്യവതികൾ. ആര് തിരിച്ചറിഞ്ഞില്ല, ഇനിയും കുറേ കാലം അന്വേഷണത്തിൽ തുടരും എന്നാണ് അർത്ഥം. എന്ന് നമ്മളത് തിരിച്ചറിയുന്നോ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതാം. നമ്മളത് തിരിച്ചറിയണം.
അതല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ട് നമ്മൾ ഈ ശരീരത്തെ നമ്മളായിട്ട് കരുതുന്നു. മനസ്സ് കുട്ടിക്കാലം മുതലേ പലതും കേട്ടതിൻ്റെയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിൽ പല സങ്കല്പങ്ങളും നമ്മൾ സൂക്ഷിക്കുന്നു. അത് ഈ ഒരു ജന്മത്തിൻ്റെ മാത്രമല്ല, കോടാനുകൂടി ജന്മങ്ങളുടെ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കൃഷ്ണൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കൃഷ്ണനെ തൊട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കൃഷ്ണൻ്റെ കൂട്ടത്തിൽ ജീവിച്ച വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഈ സത്സംഗം കേൾക്കാൻ നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ആ ഒരു സ്മരണ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഉള്ളിൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് കേട്ടുകൊണ്ടിരിക്കത്തില്ല. ഇത് പരമസത്യമാണ് അടിയൻ പറയുന്നത്. കാരണം എന്താ? നമ്മളെല്ലാവരും വരുന്ന അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് കോടാനുകോടി ജന്മങ്ങൾക്ക് മുമ്പേ നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. കൃഷ്ണൻ്റെ കൂട്ടത്തിൽ ഇരുന്ന വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇത്രയും കാലവും നമ്മൾ കുറേ ജന്മങ്ങളായിട്ട് ശരീരം കൊണ്ട് ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ട് ദുഷിച്ച പല ചിന്തകളും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും, അതിനെയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഒരു സത്സംഗത്തിലൂടെ നമുക്ക് മറികടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ചതും മനസ്സുകൊണ്ട് ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചതിനും അപ്പുറത്തായിട്ടുള്ള അനുഭവങ്ങൾ, അതിനെക്കാട്ടിയും ശക്തമായിട്ടും അതിനെക്കാട്ടിയും ആകർഷകമായിട്ടുള്ള അനുഭൂതി ആത്മാവിൻ്റെ ഉള്ളിലുണ്ട് എന്നതാണ് സത്യം. അല്ലെങ്കിൽ ഒരു സത്സംഗം കേട്ടിട്ട് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് മാറത്തില്ല. അതാണ് പരമാർത്ഥം. അന്നേരം ഈ ജന്മത്തിൽ കുട്ടിക്കാലം മുതലേ നമ്മൾ ശരീരം കൊണ്ട് അനുഭവിച്ച അനുഭവങ്ങൾക്കും അപ്പുറത്തായിട്ടും എത്രയോ ജന്മങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന സങ്കല്പങ്ങൾക്കും അപ്പുറത്തായിട്ട് ഒരു നിമിഷം നമ്മൾ ഈ ശരീരത്തെ മാറ്റിവെച്ചാലും, ഈ നമ്മുടെ മനസ്സിനെ മാറ്റിവെച്ചാലും, ഈ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും മാറ്റി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് കൃഷ്ണനെ നല്ലതുപോലെ അറിയാം. കൃഷ്ണനെ നല്ലപോലെ അറിയാം ആത്മാവിന്. കൃഷ്ണൻ ആരാണെന്ന് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആത്മാവിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഈ സത്സംഗത്തിലുള്ള ഭക്തരുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള, നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാരതത്തിലും ഈ വിശ്വത്തിൽ മുഴുവൻ 14 ലോകങ്ങളിലുമുള്ള 84 ലക്ഷം ജീവിവർഗങ്ങളിലുള്ള ആത്മാക്കളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും കൃഷ്ണനെ അറിയാം. കാരണം എന്താ? ഒരു ആത്മബന്ധം കൃഷ്ണനുമായിട്ടുണ്ട്. പക്ഷെ എന്തു പറ്റി? നമ്മൾ ഈ ഒരു ആത്മബന്ധത്തിനപ്പുറത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ആകാംക്ഷ കൊണ്ട്, എങ്ങനെയാണോ സീതാമയ്യ മാരീചനെ ഒരു പൊന്മാനായിട്ട് വന്നപ്പോൾ ആകർഷതയായിപ്പോയത്, അതേപോലെ ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ആകാംക്ഷയോടുകൂടി നമ്മൾ ഈ ലോകത്തിൽ വന്നുപോയി. പക്ഷെ വന്നതിന് ശേഷം എന്തായി? ഭഗവാന്റെ ബാഹ്യശക്തി, ബഹിരംഗ ശക്തി നമ്മളെ ബഹിരംഗ ശക്തിയുടെ ആവരണങ്ങൾ കൊണ്ട് നമ്മുടെ അറിവിനെയൊക്കെ മറച്ചു. കൃഷ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഉള്ളിലുണ്ട്, എല്ലാം ഉള്ളിലുണ്ട്. ഗോലോകത്തിൻ്റെ ചാർട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വീട്ടിൽ പോകാൻ നമുക്കൊരു GPS ആവശ്യമില്ല.
നമ്മുടെ വീട് എവിടെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാണെന്നും ആരും നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ എല്ലാമാണ്. അതുകൊണ്ട് കൃഷ്ണനെക്കുറിച്ച് ആർക്കും നമുക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ മറന്നിരിക്കുകയാണ്. മായാദേവിയുടെ ശക്തമായിട്ടുള്ള ആ ശക്തി, അതിശക്തമായിട്ടുള്ളൊരു ശക്തി നമ്മുടെ എല്ലാ അറിവുകളെയും മറച്ചു വച്ചിരിക്കുകയാണ്. എങ്ങനെയാണോ ഹനുമാൻ സ്വാമി മറന്നു പോയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തികൾ എന്താണെന്ന്, ജാംബവാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ്റെ ശക്തികളെ ഓർമ്മ വന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയെ മറച്ചു വച്ചിരിക്കുകയാണ് മായാദേവി. ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും ഞാൻ ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണെന്നും എല്ലാം മറച്ചു വച്ചിരിക്കുകയാണ്. എല്ലാം നമ്മൾ മറന്നു പോയിരിക്കുകയാണ്. അത് കാരണം നമുക്കൊന്നും ഓർമ്മയില്ല. 10-20 പ്രാവശ്യം സത്സംഗം കേട്ടാൽ ഒന്നും ഓർമ്മ കാണത്തില്ല. കാരണം ഇപ്പോൾ നമ്മൾ സത്സംഗമൊക്കെ കേൾക്കുന്നതും നാമം ജപിക്കുന്നതും ശരീരത്തിലൂടെയും മനസ്സിലൂടെയും മാത്രമാണ്. ആത്മാവിലേക്ക് അത് എത്തിയിട്ടില്ല. ശരീരം കൊണ്ട് നമ്മൾ നാമം ജപിക്കുന്നു, മനസ്സുകൊണ്ട് കുറച്ച് വല്ലപ്പോഴുമൊക്കെ നാമത്തിൽ ശ്രദ്ധിക്കുന്നു. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ആത്മാവെന്ന് പറയുന്ന പരമസത്യം, ആത്മാവിന് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, എല്ലാം അറിയാം. ആ ആത്മാവ് ക്രിസ്ത്യാനിയുടെ ആത്മാവാണെങ്കിലും മുസ്ലിമിൻ്റെ ആത്മാവാണെങ്കിലും ഈഴവൻ്റെ ആത്മാവാണെങ്കിലും നമ്പൂതിരിയുടെ ആത്മാവാണെങ്കിലും ഒരാണിൻ്റെ ആത്മാവാണെങ്കിലും നായരുടെ ആണെങ്കിലും എന്ത് പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ല. ഇന്ത്യക്കാരനാവട്ടെ, അമേരിക്കക്കാരനാവട്ടെ, ചൈനക്കാരനാവട്ടെ, ആത്മാവ് കൃഷ്ണൻ്റെ ദാസനാണ്. മൃഗങ്ങളാണെങ്കിലും ഉറുമ്പാണെങ്കിലും എല്ലാ ജീവജാലങ്ങളും 14 ലോകങ്ങളിലുള്ള എല്ലാവരും കൃഷ്ണൻ്റെ കൂട്ടുകാരാണ്. കൃഷ്ണൻ്റെ കൂട്ടുകാരികളാണ് ആത്മാക്കളെല്ലാവരും. ആ ഒരു പരമസത്യത്തെ നമ്മൾ എന്ന് തിരിച്ചറിയുന്നു. പിന്നെ മായാദേവി എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചാൽ നമുക്കൊരിക്കലും ആകർഷണം തോന്നുന്നില്ല. മായാദേവിക്ക് നമ്മുടെ ശരീരത്തെ ക്ലേശത്തിലാക്കാൻ കഴിയും, മനസ്സിനെ ക്ലേശത്തിലാക്കാൻ കഴിയും. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ശരീരമേ വേണ്ട, മനസ്സും വേണ്ട, നമുക്ക് കൃഷ്ണൻ മാത്രം മതി. ഈ ശരീരമാണ് നമ്മളാണെന്ന് ചിന്തിപ്പിക്കുന്നത്. യഥാർത്ഥം നമ്മൾ ആരാണ് നമ്മൾ മറന്നുപോയി. എന്നിട്ട് നമ്മൾ ഈ ലോകത്തിൽ വരുമ്പോൾ നമ്മൾ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വേറെ എന്തൊക്കെയോ ആണെന്ന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ ബോധ്യപ്പെടുത്തും, തെറ്റിദ്ധരിപ്പിക്കും. ഒരു 10-20 ആൾക്കാർ വന്നിട്ട് നീ ഇതാണെന്ന് പറയുമ്പോൾ നമ്മളതങ്ങ് വിശ്വസിച്ചു പോകും. ഞാൻ ഇതാണ്, ഞാനൊരു നായരാണ്, ഞാനൊരു നമ്പൂതിരിയാണ്, ഞാനൊരു മലയാളിയാണ്, ഞാനൊരു ആണാണ്, ഞാനൊരു പെണ്ണാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇങ്ങനെയുള്ള ധാരണകൾ കുട്ടിക്കാലം മുതലേ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ജന്മങ്ങളിലും പുതിയ പുതിയ ധാരണകൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും. ഈ സങ്കല്പങ്ങളുടെ സമുദ്രത്തിലാണ് നമ്മളിരിക്കുന്നത്. ഒരു ജന്മം കഴിയുമ്പോൾ അടുത്ത ജന്മം, ഇങ്ങനെ പല പല തെറ്റായിട്ടുള്ള ധാരണകൾ, തെറ്റായിട്ടുള്ള സങ്കല്പങ്ങൾ നമ്മളെ കൃഷ്ണനിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നു. മതി.
കുറേയായി. ഇനി വേണ്ട, ഇനി ഈ ധാരണകളൊന്നും വേണ്ട, ഇനി ഈ സങ്കല്പങ്ങളൊന്നും വേണ്ട. നമ്മൾ ഇനി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കണം. സത്യം പരം ധീമഹി. ആ പരമസത്യത്തെ നമ്മൾ തിരിച്ചറിയണം. പരമസത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല. നമ്മൾ എന്താണോ ഇത്രയും കാലം ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് അതൊന്നുമല്ല നമ്മൾ. ഇതിനെല്ലാം അപ്പുറത്തായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മളെ നമ്മൾ തിരിച്ചറിയുക. എന്താണോ നമ്മൾ ഈ ശരീരത്തിൻ്റെ ഈ മേഖലകളെ മറികടക്കുന്നത്, മനസ്സിൻ്റെ ചിന്താമേഖലകളെ മറികടക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ഉണരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ആ പരമോന്നത ഭഗവാൻ ഗോലോകത്തിലല്ല ഇരിക്കുന്നത്, അദ്ദേഹം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ഇവിടെ തൊട്ടടുത്തായിട്ട്. അദ്ദേഹം തന്നെയാണ് ഗോലോകത്തിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഗോലോകത്തെത്താൻ കഴിയുക? പിന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഉള്ള കാലം അദ്ദേഹത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക, ആത്മാർത്ഥമായിട്ട്. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, ആരെങ്കിലും പറയുന്നതുകൊണ്ടല്ല. ആരെങ്കിലും എതിർപ്പുകൾ പറയുമ്പോൾ ഉടനെ നമ്മൾ മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ആര് ജപിക്കണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ജപിക്കാതിരിക്കാൻ കഴിയില്ല. ആര് കൃഷ്ണനെ മറക്കുമെന്ന് പറഞ്ഞാലും മറക്കാൻ കഴിയില്ല. മത്സ്യമാംസാദികൾ കഴിക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഉള്ളിൽ ആ സത്യത്തെ നമ്മൾ കണ്ടു, പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടു ആ സത്യത്തെ. അനുഭവസ്ഥനായിട്ടുള്ളൊരു വ്യക്തിക്ക് ഈശ്വരനുണ്ടോ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ലോജിക്കൊന്നും അവിടെ വർക്ക് ചെയ്യത്തില്ല. കാരണം ആ പരമസത്യത്തെ നേരിട്ട് കണ്ടു. ആ പരമസത്യത്തെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താം, നിത്യവും അദ്ദേഹവുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിത്യവും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ ഇരിക്കാം. ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്ക് കാണൂ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ത് തടസ്സം? ബന്ധുക്കൾ ഇങ്ങനെ പറയുന്നു, ബന്ധുക്കൾ ഇത് ചെയ്യുന്നു, ബന്ധുക്കൾ എപ്പോഴും എതിർപ്പാണ്. ഏത് ബന്ധു, ഏത് ശത്രു, ആരാണ് ബന്ധു, ആരാണ് ശത്രു ഒന്നും കാണാൻ കഴിയുന്നില്ല. ആരാണ് എതിരാളികൾ? നമ്മളൊന്നും കാണുന്നില്ല, ഞാനൊന്നും കാണുന്നില്ല. അതിനെ ഞാൻ കൃഷ്ണനെ മാത്രമേ കാണുന്നുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ആ ഒരു അവസ്ഥയിൽ എല്ലാവർക്കും എത്താൻ കഴിയും, പക്ഷെ എളുപ്പമല്ല. വീണ്ടും വീണ്ടും വീഴും. മായാദേവി വീഴ്ത്തും നമ്മളെ. വീണ്ടും വീഴും, വീണ്ടും മറന്നുപോകും. എത്രയോ ജന്മങ്ങളിൽ നമ്മൾ മറന്നുപോയി. പക്ഷേ വീണാലും വീണങ്ങ് പോകരുത്. എഴുന്നേക്കുക, വീണ്ടും എഴുന്നേക്കുക.
വീണ്ടും മായാദേവി വീഴ്ത്തും, വീണ്ടും വീണു പോകരുത്, വീണ്ടും എഴുന്നേൽക്കുക, വീണ്ടും വീഴും, വീണ്ടും എഴുന്നേൽക്കുക, വീണ്ടും എഴുന്നേൽക്കുക. മായാദേവിയുടെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിനെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ നമ്മുടെ മുമ്പിലാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ബന്ധുക്കളോ ഭക്തിക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാരോ അല്ല. ഏറ്റവും വലിയ ശത്രു ഇതിനകത്ത് തന്നെയുണ്ട്. ഏറ്റവും വലിയ മിത്രവും അടുത്ത് തന്നെയുണ്ട്. ഏറ്റവും വലിയ മിത്രം നമ്മുടെ ഗുരുവായൂരപ്പൻ പരമാത്മാവായിട്ടിരിക്കുന്നു. ഏറ്റവും വലിയ ശത്രു ഇതിനകത്തിരിക്കുന്ന മനസ്സാണ്. ഈ മനസ്സിൻ്റെ ചിന്തകൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നത്. മായാദേവിയുടെ ഏറ്റവും വലിയ ആയുധം മനസ്സാണ്. ഈ മനസ്സാണ് നമ്മളെപ്പോഴും കുഴിയിലാക്കുന്നത്. ഈ മനസ്സിനെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. പിന്നെ ഒരു ബന്ധുവില്ല, ശത്രുവില്ല, ആരുമില്ല, എല്ലാവരും ഒരേപോലെയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കേണ്ടത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ശ്രദ്ധയോടുകൂടി ജപിച്ചെങ്കിലേ നമ്മുടെ മനസ്സിന് ഈ ജപം ശുദ്ധമാക്കും. എന്നാൽ ഈ ആത്മാവിൻ്റെ പ്രതിബിംബമാണ് മനസ്സ്. മനസ്സിൻ്റെ പ്രതിബിംബമാണ് ഈ ശരീരം. ശരീരം ശുദ്ധമാകണം, മനസ്സ് ശുദ്ധമാകണം. മനസ്സ് ശുദ്ധമാകുമ്പോൾ ശരീരവും ശുദ്ധമാകും, ആത്മാവ് എന്നും ശുദ്ധമാണ്. പല വ്യക്തികൾക്കും ഭക്തിയിൽ താല്പര്യമില്ലാത്തത് അവർ ദുഷ്ടരായതുകൊണ്ടല്ല, അവരുടെ മനസ്സ് ദുഷ്ടമായതുകൊണ്ട്, മനസ്സ് ആസുരികമായതുകൊണ്ട്. പക്ഷെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ അവരും ഭക്തിയിലേക്ക് വരും. കാരണം എല്ലാ ജീവാത്മാക്കളും വരുന്നത് ഗോലോകത്തിൽ നിന്നും. ഗോലോകത്തിലേക്ക് അവർ തിരിച്ചെത്തേണ്ടവരാണ്. അവരുടെ വീട് ഗോലോകമാണ്. ഗോലോകത്തെത്തിയില്ലെങ്കിൽ അവരെന്നും യാതനകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് ഒന്നേ ഉള്ളൂ, നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക, മറ്റുള്ളവരുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ സഹായിക്കുക. ഈ മനസ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മനസ്സിനെ ഒരേ ഒരു കാര്യം വെച്ചേ ശുദ്ധമാക്കാൻ പറ്റൂ, തിരുനാമജപം. അതുകൊണ്ട് നിങ്ങൾ ജപിക്കുന്നത് ഗോലോകൻ ട്രസ്റ്റിലെ ഗ്രൂപ്പിൽ തുടരാൻ വേണ്ടിയല്ല, ഗോലോകത്തേക്ക് എത്താൻ വേണ്ടിയാണ്, പരമോന്നത ഗോലോകത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. നിങ്ങൾ ജപിക്കുന്നത് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, അവിടെ എത്താൻ വേണ്ടിയാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നതിനനുസരിച്ച് മനോഭാവം ഉയരും. നിങ്ങൾക്ക് പല പല കാര്യങ്ങളും കാണാൻ കഴിയും, ഇതുവരെയും കാണാത്ത കാര്യങ്ങൾ. ഇതുവരെയും ഈ ലോകത്തെ എങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോ ആ കാഴ്ചപ്പാട് മാറും. നിങ്ങളുടെ കാഴ്ചപ്പാട് ഉയരുന്നതിനനുസരിച്ച് നിങ്ങളുടെ പുണ്യം കൂടും. പുണ്യം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അധികം കഷ്ടപ്പെടേണ്ടി വരത്തില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ഉപജീവനത്തിനുള്ള വഴികൾ ദേവന്മാർ വളരെ എളുപ്പത്തിൽ നൽകുന്നതാണ്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ ദുരുപയോഗം ചെയ്യത്തില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. പക്ഷേ അത് ദേവന്മാർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വരുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെയും സമയത്തിനെയും ദുരുപയോഗം ചെയ്യത്തില്ല എന്ന് ദേവന്മാർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് തടസ്സം, എന്ത് പ്രശ്നങ്ങൾ? അവിടെ പിന്നെ പ്രശ്നങ്ങളില്ല, തടസ്സങ്ങളില്ല. അതിനെയൊക്കെ നിങ്ങൾ മറികടക്കാൻ പറ്റും. സോ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നാമജപത്തിൽ നമ്മൾ അലസത കാണിക്കുന്നു. എല്ലാ പ്രശ്നത്തിനുമുള്ള ഒരേ ഒരു സൊല്യൂഷൻ നാമജപം. ഹരേ കൃഷ്ണ മഹാമന്ത്രം, വേറെ ഒരു രക്ഷയില്ല. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമേവ കേവലം കലോ നാസ്തേവ 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 കതിരണ്യത. കലിയുഗത്തിൽ ഹരിയുടെ നാമമല്ലാതെ ഹരിയുടെ നാമമല്ലാതെ ഹരിയുടെ നാമമല്ലാതെ വേറൊരു രക്ഷയില്ല, വേറൊരു രക്ഷയില്ല, വേറൊരു രക്ഷയില്ല എന്ന് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു
ഗുരുവായൂരപ്പൻ്റെ തിരുവവതാരമായ പരമകാരുണ്യ അവതാരമായ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു. ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ വന്ന ഗുരുവായൂരപ്പൻ ഏറ്റവും വലിയ ഒരു എളുപ്പ വഴിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും നടക്കാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമുക്ക് ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മേഖലകളെ മറികടന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കഴിയും. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോൾ പിന്നെ നമുക്ക് സ്വാർത്ഥത കാണത്തില്ല, അത്യാർത്ഥി കാണത്തില്ല, എല്ലാവരോടും തുല്യഭാവമായിരിക്കും. പിന്നെ ബന്ധുക്കൾക്ക് നമ്മളോട് ശത്രുതയില്ല. ഇപ്പോൾ നമുക്ക് ഭക്തിക്ക് വരുന്ന എതിർപ്പുകൾ നമ്മൾ ഇതിനു മുമ്പേ ഉള്ള ജന്മങ്ങളിലും ഇതുവരെയും ഭക്തി പരിശീലിച്ചില്ല. അതുകൊണ്ട് തന്നെ ഭക്തി പരിശീലിക്കാനുള്ള അവസരങ്ങൾ തടസ്സപ്പെടുന്നു. പക്ഷേ നാമം ജപിച്ച് ശ്രദ്ധയോടുകൂടി നാമം ജപിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും നാമജപത്തിൽ മഗ്നമാകുമ്പോൾ തന്നെ നിത്യവും 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയാണെങ്കിൽ 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം, അങ്ങനെ 16 പ്രാവശ്യം നമ്മൾ ജപിക്കുകയാണെങ്കിൽ 4 യമനിയമങ്ങളും നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാകുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടാനുകോടി ജന്മങ്ങളുടെ ബാധ്യതയാണ് ഈ 3 വർഷം നിങ്ങൾ ജപിച്ചതിലൂടെ തീർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ റിസൾട്ട് കിട്ടും. അതുകൊണ്ടല്ലേ നിങ്ങൾ ജപിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, 1 കോടി ജന്മങ്ങളൊന്നും അല്ല നിങ്ങൾ എടുത്തിരിക്കുന്നത്, എത്രയോ കോടാനുകോടി ജന്മങ്ങളാണ്. അന്നേരം അസംഖ്യം ജന്മങ്ങളുടെ കർമ്മ ബാധ്യതകളാണ് നിങ്ങൾ ഓരോ ദിവസവും 16 മാല ജപിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എത്രയോ കോടാനുകോടി ജന്മങ്ങളുടെ പാപകർമ്മങ്ങൾ, കോടാനുകോടി ജന്മങ്ങളുടെ പാപകർമ്മങ്ങൾ അത് നിങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അത് തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ. സൂര്യൻ ഒറ്റയടിക്കല്ലല്ലോ ഉദിച്ചു വരുന്നത്. സൂര്യൻ ക്രമേണയാണ് ഇങ്ങനെ ഉദിച്ചു വരുന്നത്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഭഗവാൻ ഉദിച്ചു വരികയാണ് നാമജപം പുരോഗമിക്കുന്നതിനനുസരിച്ച്. നാമജപം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുറഞ്ഞ് സൂര്യൻ ഉദിച്ചു വരുന്നതിനനുസരിച്ച് അന്ധകാരം മാറുന്നതിനനുസരിച്ച് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും വരും. എല്ലാ തടസ്സങ്ങളും നീങ്ങും. നമ്മുടെ ഈ മനസ്സൊന്ന് റെഡിയായാൽ മതി. മനസ്സ് റെഡിയായി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായി. മനസ്സിപ്പോഴും പല ദുഷിച്ച ചിന്തകളിൽ പല വാസനകളിൽ മുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് മനസമാധാനം കിട്ടാത്തത്. മനസ്സ് സമാധാനത്തോടു കൂടി ഇരിക്കുന്നില്ല. മനസ്സ് ഒരിടത്ത് ഇരിക്കുന്നില്ല. മനസ്സിനെ ഇരുത്തണം. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ മനസ്സ് ശാന്തമായിട്ടിരിക്കണം. ഒന്നിനോടും താല്പര്യമില്ലാതെ മനസ്സിരിക്കുമ്പോൾ മനസ്സിന് സമാധാനം വരും. ഇത് വേണം അത് വേണം ഇങ്ങനെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മനസ്സിന് സമാധാനം കിട്ടാത്തത്. മനസ്സിന് ഒന്നിൻ്റെ ആവശ്യമില്ല. മനസ്സ് തെറ്റിദ്ധരിക്കുന്നു, എനിക്കിത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടും, എനിക്ക് അത് കിട്ടിയാൽ സന്തോഷം കിട്ടും, അത് കിട്ടിയാൽ സന്തോഷം കിട്ടും. ഇതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ മനസ്സിൻ്റെ ചിന്തകളാണ്. അന്നേരം ആഗ്രഹങ്ങളെയും ദ്വേഷങ്ങളെയും നിയന്ത്രിക്കുക. ഇത് കിട്ടണം, അത് കിട്ടേണ്ട, ഇത് കിട്ടിയില്ല, ഇതൊന്നും വേണ്ട. മനസ്സിനെ പിടിച്ചു നിർത്തുക. എന്താണോ നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകുന്നത് അതിൽ തൃപ്തിയോടുകൂടി ജീവിക്കുക. അതാണ് സമാധാനം. പക്ഷെ പിടിച്ചു നിർത്തണമെങ്കിൽ ബലം വേണം. കാരണം നമ്മുടെ മനസ്സ് ഭയങ്കര ബലവാനാണ്, ഭയങ്കര ശക്തനാണ്, മഹാശക്തനാണ്. മനസ്സിനെ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യം. നാമജപം കൊണ്ടല്ലാതെ. കാരണം എന്താ? നാമജപം എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. ഇന്നലെ മഹാഭാരതത്തിൽ നമ്മൾ ജരാസന്ധനും ഭീമനുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് കേട്ടു.
ജരാസന്ധൻ അതിശക്തനാണ്, മഹാശക്തനാണ്. ഭീമൻ്റെ ബലം വേണം. ഭീമനെ പോലെ നമുക്ക് ആത്മീയ ബലം വേണം. കൃഷ്ണൻ്റെ മാർഗനിർദ്ദേശം കൂടെ വേണം. എങ്കിലേ ഈ മനസ്സിനെ പിടിച്ച് മലർത്തിയടിക്കാൻ പറ്റൂ. അതുകൊണ്ട് മുടങ്ങാതെയുള്ള നാമജപം, 4 യമനിയമങ്ങൾ, സത്സംഗം, ഇതാണ് മനസ്സിനെ മലർത്തിയടിക്കാനുള്ള ഒരു എനർജി എന്ന് നമ്മൾ മനസ്സിലാക്കും. നമുക്ക് വേറെ ജോലി ഒന്നുമില്ല. മനസ്സിലാക്കൂ, നമ്മൾ വിവാഹം കഴിച്ചവരാണെങ്കിലും വിവാഹം കഴിക്കാത്തവരാണെങ്കിലും സന്യാസിയാണെങ്കിലും എന്താണെങ്കിലും എന്തല്ലെങ്കിലും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണെങ്കിലും ഏറ്റവും വലിയ ദരിദ്രനാണെങ്കിലും നമുക്ക് ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ, നമ്മുടെ മനസ്സിനെ കീഴടക്കുക. ഭക്തിയിൽ താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും, ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഈ ലോകത്തിൽ ഏതൊരു കാര്യം ഹൃദയത്തിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും അവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചേ പറ്റും. പക്ഷെ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ഇത്രയും കഷ്ടപ്പെട്ട് മനസ്സിനെ നിയന്ത്രിച്ച് ഒരു ചെറിയ ലാഭമല്ല നമുക്ക് വേണം. നമുക്ക് വേണ്ട ഏറ്റവും വലിയ ലാഭമാണ്. കാരണം ഈ ലോകത്തിൽ എത്ര വലിയ സമ്പത്ത് നമ്മൾ നേടിയെടുത്താലും ഒരു ദിവസം അതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ഒറ്റ നിമിഷം കൊണ്ട്. അംബാനി ഈ ലോകത്തിലെ ഏറ്റവും ധനവാന്മാരായിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. പക്ഷെ ആള് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു രൂപ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു രൂപ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നത് സമ്പന്നനാകാനോ അധികാരം പിടിച്ചടക്കാനോ വേണ്ടിയായിരിക്കരുത്. അതിനും അപ്പുറത്തായിട്ടുള്ളൊരു കാര്യം, ഈ സമ്പത്തിനും അധികാരത്തിനും അപ്പുറത്തായിട്ടുള്ള ആ പരമോന്നത നിധി ഗുരുവായൂരപ്പൻ. അല്ല, ചെറിയ ലാഭമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ചെറിയ സുഖമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പരമോന്നത സുഖം, പരമാനന്ദം, ഒരിക്കലും തീരാത്ത, ഒരിക്കലും നശിച്ചു പോകാത്ത, എന്നെന്നും നിലനിൽക്കുന്ന ആ പരമാനന്ദം. അതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമുക്ക് വേണ്ടത്. ശ്രീമതി രാധാറാണിയാണ് നമുക്ക് വേണ്ടത്. ശ്രീമതി രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും സേവനം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ തൃപ്പാദം, നിത്യാംപ്രഭുവിൻ്റെ തൃപ്പാദം, ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം, ഇതാണ് നമുക്ക് വേണ്ടത്. അതിനപ്പുറം വേറൊന്നുമില്ല. അന്നേരം നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് വേറൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഈ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അതുകൊണ്ട് ഭക്തർ മനസ്സിലാക്കുക, ഞാൻ യാചിച്ചു പറയുകയാണ്, നിങ്ങൾ ജപിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതൊരിക്കലും മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നത് കൊണ്ടോ, കുടുംബത്തിന് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ എത്ര ഓടിയാലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ പരാജയമാണ്. ഈ ലോകത്തിൽ കോടാനുകോടി രൂപ നിങ്ങൾ നേടിയെടുത്താലും അതൊന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല. ഇതൊന്നും നിങ്ങളെ സഹായിക്കത്തില്ല. അതൊന്നും വേണ്ട എന്നല്ല, ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷെ അതിനെ നന്നായി ഉപയോഗിക്കണമെങ്കിലും നിങ്ങൾക്ക് നാമം ജപിച്ചേ പറ്റൂ. ഈ കലിയുഗത്തിൽ കണ്ണ് അടച്ച് എത്ര ധ്യാനിക്കാൻ ശ്രമിച്ചാലും മനസ്സിനെ പിടിക്കാൻ കഴിയില്ല. മനസ്സെപ്പോഴും രക്ഷപ്പെടാനേ ആഗ്രഹിക്കൂ. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വഴിതെറ്റിപ്പോയ ഒരു കുട്ടിയെ പോലെയാണ്. അന്നേരം എത്ര നമ്മൾ ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ നോക്കിയാലും കേൾക്കത്തില്ല. അതുകൊണ്ട് മനസ്സ് പല ദിശകളിലും ഓടും. സത്സംഗം വേണ്ട, ജപം വേണ്ട, ധ്യാനം വേണ്ട, ധ്യാനമൊക്കെ മതി, കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. പക്ഷേ നമുക്കറിയാം, കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്കാണ് പോകുന്നത്. അതാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വഴിതെറ്റി പോവുകയാണ് ഓരോ നിമിഷവും. ചില സമയത്ത് തോന്നും ഇതാണ് ഇമ്പോർട്ടൻ്റ്, ചില സമയത്ത് തോന്നും ഇതാണ് ഇമ്പോർട്ടൻ്റ്. മനസ്സിങ്ങനെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മനസ്സിനെയാണ് ആദ്യം നമ്മൾ മലർത്തിയടിക്കേണ്ടത്. ഈ മനസ്സാണ് മായാദേവിയുടെ ഏറ്റവും വലിയ മിത്രം. ഈ മനസ്സ് നമ്മുടെ ഉള്ളിലിരുന്നാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം.
ഈ മനസ്സിനെ ഒന്ന് മലർത്തി അടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ നമ്മുടെ മുമ്പിലായിരിക്കും. നമുക്ക് കൃഷ്ണനുമായിട്ട് നല്ല ബന്ധമുണ്ട്, വേറെ ആരുടെയും സഹായം നമുക്ക് വേണ്ട. പക്ഷേ ഈ മനസ്സിൽ നിന്നും മറികടക്കണമെങ്കിൽ ഗുരുപരമ്പരയുടെ അനുഗ്രഹം വേണം. നമ്മൾ ഗുരുപരമ്പരയെ സ്വീകരിക്കുന്നത് ഈ മനസ്സിനെ മലർത്തിയടിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ? ഗുരുപരമ്പരയുടെ നിർദ്ദേശപ്രകാരം, ആ ഗുരുപരമ്പരയിലൂടെ ലഭിക്കുന്ന നാമജപം, ഇതെല്ലാം നമുക്ക് എനർജി നൽകും. എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാൻ ഭീമനെ വഴി കാണിച്ചു കൊടുത്തത് ജരാസന്ധനെ മലർത്തിയടിക്കാൻ, അതേപോലെ ഗുരുപരമ്പര നമുക്ക് എല്ലാ ഊർജവും നൽകുകയാണ്. പക്ഷെ മലർത്തിയടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ആത്മബലം കൊണ്ടും യോഗബലം കൊണ്ടും നാമജപത്തിൻ്റെ ശക്തി കൊണ്ടും മനസ്സിനെ മലർത്തിയടിക്കണം. ഒരു പ്രാവശ്യമല്ല, വീണ്ടും വീണ്ടും. ഭീമസേനൻ ജരാസന്ധനുമായിട്ട് 28 ദിവസം യുദ്ധം ചെയ്തു, പകൽ മുതൽ രാത്രി വരെ, സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ യുദ്ധം ചെയ്തു. എന്നിട്ടും ജരാസന്ധൻ തോൽവി സമ്മതിച്ചില്ലെന്നുള്ളതാണ്. അവസാനം 2 കീറേണ്ടി വന്നു. എന്നിട്ടും തീർന്നില്ല, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എറിയേണ്ടി വന്നു. എന്നാൽ ഇതേപോലെ നമ്മുടെ മനസ്സുമായിട്ടുള്ള ഒരു മല്ലയുദ്ധം, അത് അവസാന ശ്വാസം വരെ കാണും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ ബന്ധുക്കളാണ് നിങ്ങളുടെ ശത്രു, അവർ നാമജപത്തിനെതിരെ നിൽക്കുന്നു, സത്സംഗത്തിനെതിരെ നിൽക്കുന്നു, നിങ്ങളുടെ ഓഫീസിലാണ്. ഇവരൊന്നും അല്ല ശത്രുക്കൾ, നമ്മുടെ മനസ്സാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർക്ക് നിങ്ങളോട് വലിയ ഇഷ്ടം തോന്നും. നിങ്ങൾ പറയുന്ന ഒരിക്കലും അവർക്ക് നോ പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനോടും അവർക്കൊരു അനിഷ്ടം തോന്നില്ല. ഞാൻ വെറുതെ പറയുന്നില്ല, ഒരു സിദ്ധി ലഭിക്കും നിങ്ങൾക്ക്. നിങ്ങൾ വേറെ ഹിമാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല, ഒറ്റക്കാലിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ശ്വാസത്തെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല, ഭക്ഷണം ത്യജിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന വിശ്വസിക്കൂ, ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം മതി. ഇത്രയും ശക്തമായിട്ട് ഈ ലോകത്തിൽ ഒരു മന്ത്രവും ഇല്ല, ഇനി ഒരിക്കലും ഉണ്ടാവത്തുമില്ല. ശ്രദ്ധയോടുകൂടി 16 പ്രാവശ്യം 108 ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഒരു സിദ്ധൻ ഈ ലോകത്ത് വേറെ കാണത്തില്ല. വെറുതെ പറയുകയല്ലോ. ആ മന്ത്രസിദ്ധി, ആ യോഗബലം, ആ തപോബലം മതി നിന്റെ ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ. നിങ്ങൾക്കൊരു ജ്യോത്സ്യനെ കാണേണ്ട ആവശ്യമില്ല, ഒരു ഹോമം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മന്ത്രജപം മാത്രം മതി, ഹരേ കൃഷ്ണ മഹാമന്ത്രജപം മാത്രം മതി. ഈ മന്ത്രജപം നിങ്ങളുടെ ഉള്ളിൽ അത്രയ്ക്ക് എനർജി നൽകും, ചുറ്റും ഒരു ഓറ സൃഷ്ടിക്കും. സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യരശ്മിയെ പോലെ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ആൾക്കാർക്ക് വിശ്വാസം വരും. പക്ഷേ ഈ മന്ത്രജപത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. ഇതൊരിക്കലും നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. ആൾക്കാരെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതെപ്പോഴും ഓർക്കുക. ഇത്രയും ശക്തമായിട്ടുള്ള മന്ത്രം വേറെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ജപിക്കാൻ തോന്നാത്തത്. ഈ മന്ത്രത്തെ ജപിക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ല, മടി തോന്നുന്നു, ഇത് എനിക്ക് ജപിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അത്രയ്ക്ക് ശക്തമായിട്ടുള്ള മന്ത്രമാണ്. എല്ലാവർക്കും അതിനുള്ള യോഗ്യതയില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവർക്കതിൽ വിശ്വാസം വരത്തില്ല. കാരണം എന്താ? അവർ യോഗ്യരായിട്ടില്ല. അവർ ഈ മന്ത്രജപത്തെ ദുരുപയോഗം ചെയ്യും. പുണ്യം കുറവാണ്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ വിഷമിക്കേണ്ട ആവശ്യമില്ല. മന്ത്രം ജപിച്ച് മന്ത്രത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ താല്പര്യം കുറയും, മന്ത്രം വിശ്വാസം പോവും. വേറെ അവിടുന്ന് ഇവിടുന്ന് ഓരോരോ മന്ത്രം എടുത്ത് ജപിക്കും, അതിൽ വിശ്വാസമൊക്കെ തോന്നും. അതിലൂടെ എന്തെങ്കിലും താൽക്കാലിക ലാഭം കിട്ടും. കാരണം നമ്മൾ ജപിക്കുന്നത് പരമോച്ചം. ഹരേ കൃഷ്ണ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാരണം നമ്മൾ ജപിക്കുന്ന മന്ത്രം നിസ്സാര മന്ത്രമല്ല, സാക്ഷാൽ ഭഗവാന്റെയും ശ്രീമതി രാധാറാണിയുടെയും മന്ത്രമാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള മന്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാമന്ത്രം എന്ന് വേറൊരു മന്ത്രത്തെയും നമ്മൾ പറയാറില്ല. ഒരേ ഒരു മഹാമന്ത്രമേ ഉള്ളൂ, അത് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ രാമ എന്ന് പറഞ്ഞാലും അത് മഹാമന്ത്രമല്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഇതാണ് മഹാമന്ത്രം. കാരണം എന്താ? മഹാപ്രഭു
സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു, സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ കൊണ്ടുവന്ന മഹാമന്ത്രമാണ്. ആ മന്ത്രം ജപിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ആരോഗ്യ പ്രശ്നമാവട്ടെ, എല്ലാം അതിൻ്റെ സൊല്യൂഷനുണ്ട് ഈ ഒരു മന്ത്രത്തിലൂടെ. ഒട്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. അന്നേരം ആ മന്ത്രജപത്തിലൂടെ രോഗം മാറും. എന്നിട്ടുടനെ നിങ്ങൾ ചോദിക്കും, സ്വാമിജി പിന്നെ എന്തിനാ ട്രീറ്റ്മെൻറ്റ് വന്നിരിക്കുക? മന്ത്രജപത്തിലൂടെ രോഗം മാറുമെന്നതിൻ്റെ അർത്ഥം മന്ത്രം ജപിച്ച് രോഗം മാറുമെന്നല്ല. അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ നൽകും, ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള അവസരം നൽകും. അന്നേരം ബാക്കിയുള്ള കാര്യങ്ങൾ സ്വസ്ഥമായിരിക്കും, ടെൻഷൻ എടുക്കത്തില്ല. ഇനി ട്രീറ്റ്മെൻറ്റും ചിലവ് വേണ്ടേ, അതിനുള്ള വക ഭഗവാൻ ഉണ്ടാക്കി തരും. പക്ഷേ ഇതിനൊന്നും വേണ്ടിയല്ല നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ശരീരം, മനസ്സ്, ഇതിനപ്പുറത്തിരിക്കുന്ന നമ്മൾ ആത്മാവാണ്, ഭഗവാനാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ താൽക്കാലിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ജപിക്കും. നിങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. ഓട്ടോമാറ്റിക്കലി സോൾവ്. അതുകൊണ്ട് പ്രശ്നങ്ങൾ വന്നാലൊന്നും ഭയപ്പെടരുത്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ചില ഭക്തർ പറയും, പ്രശ്നങ്ങൾ കാരണം ജപിക്കാൻ പറ്റുന്നില്ല സ്വാമി. പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ജപിക്കേണ്ടത്, പിന്നെ എപ്പോഴാണ് ജപിക്കേണ്ടത്? എമർജൻസി നമ്പർ എപ്പോഴാണ് വിളിക്കേണ്ടത്? പ്രശ്നം വരുമ്പോഴേ, എമർജൻസി ആകുമ്പോഴല്ലേ. അപ്പോൾ വിളിച്ചില്ലെങ്കിൽ പിന്നെ എപ്പം വിളിക്കാനാ? ദ്രൗപദി ദേവി, ഇത് നിങ്ങൾ കരയും എപ്പോഴാണ് മഹാഭാരതം കേൾക്കുന്നത്. ഞാൻ ഇന്നലെയും കരഞ്ഞു. ദ്രൗപദി ദേവി അനുഭവിച്ച വിഷമം അത് പറയുമ്പോൾ ആരും കരഞ്ഞു പോകും. എത്ര വലിയ ക്രൂരനാണെങ്കിലും ആ ഭാഗം കേൾക്കുമ്പോൾ കരഞ്ഞു പോകും. ദ്രൗപദി ദേവി അനുഭവിച്ച വിഷമം ഒന്നുമല്ല. നമ്മൾ ദ്രൗപദി ദേവിയായിട്ട് ഒരു നിമിഷം ചിന്തിക്കണം. നമ്മളെ ഒരാൾ പിടിച്ച് വലിച്ച് തറയിലൂടെ ഇങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുപോകുമ്പോൾ അത് മുടിയിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുന്നതെന്ന് നോക്കണം. നമ്മളൊരു സ്ത്രീയായിട്ട്, നിങ്ങളെല്ലാവരും കൂടുതലും അമ്മമാരാണ്, ആണുങ്ങളും സങ്കല്പിക്കുക നമ്മളൊരു സ്ത്രീയായിട്ട് കുറച്ച് നേരം. എന്നിട്ട് നമ്മുടെ മുടി പിടിച്ചിങ്ങനെ വലിച്ച് ഇഴച്ച് കൊണ്ടുപോകുന്ന അതൊരു സാധാരണ സ്ത്രീയല്ല. പറയുന്നത് ദ്രൗപദി ദേവിയുടെ മുഖം ആരും കണ്ടിട്ടില്ലായിരുന്നു, പാണ്ഡവരല്ല. അങ്ങനെ ഇരിക്കുന്ന ബഹുമാന്യായിട്ടുള്ള ഒരു നാരീരത്നത്തെ വലിച്ച് സഭയിൽ കൊണ്ടുവരിക, എല്ലാവരുടെ മുമ്പിൽ വെച്ചും അപമാന വാക്കുകൾ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുക, അശ്ലീകരമായിട്ടുള്ള വാക്കുകൾ പറയുകയാണ്. ആ സമയത്ത് ദേവിക്ക് പീരിയഡ്സിൻ്റെ ആ സമയമാണ്. മഹാഭാരതത്തിൽ പറയുന്നു, ദേവിയുടെ വസ്ത്രത്തിൽ രക്തം വന്നു എന്നാണ് പറയുന്നത്. നാരായണ, ഇന്നലെ ആ ഭാഗം കേട്ടപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. എൻ്റെ എല്ലാ കൺട്രോളും പോയി. പഞ്ചപാണ്ഡവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭീഷ്മരൊന്നും ചെയ്യുന്നില്ല, ദ്രോണരൊന്നും ചെയ്യുന്നില്ല, വിതുരരൊന്നും ചെയ്യുന്നില്ല. ധൃതരാഷ്ട്രം മിണ്ടാതിരിക്കുന്നു. ദുര്യോധന ഒന്നിൻ്റെ പുറകെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളാണ് ദ്രൗപദി ദേവിയുടെ അവസ്ഥയിലെങ്കിൽ ഒന്ന് ആലോചിച്ചു. ഹരേ കൃഷ്ണ. അവസാനം ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും കർണന് തൃപ്തിയാവുന്നില്ല. കർണൻ പറയുകയാണ്, ഇവളെ ഇവിടെ നഗ്നയാക്കിയാലും ഒരു തെറ്റില്ലെന്നാണ് പറയുന്നത്. ഇവളൊരു ദാസിയല്ലെന്ന്. അതായത് ആ ഒറ്റ വാക്കോടുകൂടി തീർന്നു കർണൻ. കർണനെ വലിയ ഹീറോ ആക്കുന്ന ആള് ഈ ഒറ്റ രംഗം മതി കർണൻ്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്തിന്? കർണനെ ഞാൻ വിവാഹം കഴിക്കത്തില്ല, ഒരു സൂതപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ കർണൻ അത് ഇൻസൾട്ടായിട്ട് തോന്നി. ആരെ വിവാഹം കഴിക്കണം,
എന്ന് തീരുമാനിക്കാനുള്ള അവകാശം, അധികാരം ഒരു പെൺകുട്ടിക്കുണ്ട്. അല്ലാതെ പെണ്ണെന്ന് പറയുന്ന ഒരു വസ്തുവല്ല, അടിമയല്ല. പക്ഷെ കർണനത് മനസ്സിലായില്ല. എന്നെ നീ ഇൻസൾട്ട് ചെയ്തല്ലേ, നിന്നെ നോക്കിയോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ദുഷ്ട ഹൃദയമാണ് കർണൻ്റെ. അവനെ എങ്ങനെ ഹീറോ ആക്കാൻ പറ്റും? എങ്ങനെ ഹീറോ ആക്കാൻ പറ്റും? ഇതേ സമയത്ത് ഈ കൗരവരുടെ ഭാര്യമാരെല്ലാവരും ഈ മഹാഭാരത യുദ്ധത്തിൽ അവരുടെ ഭർത്താക്കന്മാർ മരിച്ചതിന് ശേഷം സ്വന്തം പെങ്ങളെ പോലെയും സ്വന്തം മകളെ പോലെയും സ്വന്തം അമ്മയെ പോലെയാണ് പാണ്ഡവർ അവരെ കാര്യം നോക്കിയിരുന്നത്. ദുര്യോധൻ്റെ ഭാര്യ, എല്ലാ ഭാര്യമാരും ഉണ്ടായിരുന്നു. അവരോട് ആരോടും പാണ്ഡവർ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല, പ്രതികാരം തീർത്തിട്ടില്ല. അതാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള വ്യത്യാസം. ഒന്നും പറയണ്ട. ആ പീരിയഡ്സിൻ്റെ രക്തം അവിടെയെല്ലാം സഭയിൽ വീണെന്നാണ് പറയുന്നത്. നാരായണ, ഹരേ കൃഷ്ണ. ദ്രൗപദിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു. അന്ന് തീർന്നു കുരുവംശത്തിൻ്റെ അഭിമാനം. അവിടെ അപമാനിതയായത് ദ്രൗപദി ദേവിയല്ല, കുരുവംശമാണ്. ഭീഷ്മരുടെ ശൗര്യവും വീര്യവും എല്ലാം അവിടെ വെറുതെയായി. ദ്രോണാചാര്യയുടെ ആയുധന ബലം എല്ലാം തീർന്നു അവിടെ. വിതുരരുടെ നീതിയെല്ലാം അവിടെ തീർന്നു. എല്ലാ ന്യായം, നീതി, ധർമ്മം എല്ലാം അവിടെ തീർന്നു. എല്ലാം തീർന്നു അവിടെ. ആ നിസ്സഹായ അവസ്ഥയിൽ പാവം ദ്രൗപദി കൈ ഉയർത്തി. ഇത്രയൊക്കെ ആയിട്ടും കർണൻ ദുശാസനോട് പറയുന്നു, ഇവളെ നഗ്നയാക്കും. ഹരേ കൃഷ്ണ. സ്വന്തം അനുജൻ, മകൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ദുശാസനോട് പറയാ സ്വന്തം അമ്മയെ നഗ്നയാക്കും. അതിനും ദുശാസന മടിയില്ല, ദുര്യോധന മടിയില്ല. ദേവി ഒറ്റ വസ്ത്രത്തിലിരിക്കുക. കാരണം പീരിയഡ്സിൻ്റെ ആ സമയം. സാരി പിടിച്ചിങ്ങനെ വലിക്കാൻ ശ്രമിക്കുകയാണ്. ദ്രൗപദി ദേവി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പാവം ദ്രൗപദി ദേവിക്ക് എങ്ങനെ സ്വയം സംരക്ഷിക്കാൻ കഴിയും? ദുശാസനെ പോലെ ഇത്രയും ശക്തനായിട്ടുള്ളൊരു യോദ്ധാവിൻ്റെ മുമ്പിൽ ദ്രൗപദി ദേവിക്ക് എങ്ങനെ പിടിച്ചിരിക്കാൻ കഴിയും? അവൻ ശക്തമായിട്ട് വലിച്ചുകൊണ്ടേയിരുന്നു. ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ മാൻപേട പേടിച്ചു വിറയ്ക്കുന്ന പോലെ പാവം ദ്രൗപദി വിറച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദ്രൗപദി ഒരു രാജകുമാരി അല്ലെങ്കിൽ പോലും ഒരു ദാസിയെടുത്ത് പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷെ കർണൻ അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇവളൊരു ദാസിയല്ലേ, ഇവൾക്ക് എന്ത് മാനം, എന്ത് അപമാനം. ഹരേ കൃഷ്ണ. ഒന്ന് ആലോചിച്ചു. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്രൗപദിക്ക് മനസ്സിലായി, ഇനി ഒരു രക്ഷയില്ല. ഈ ഒരു അവസ്ഥയിൽ ഒരേ ഒരാൾക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. പറഞ്ഞു, കൃഷ്ണ ദ്വാരകാനാഥ, അങ്ങല്ലാതെ എനിക്കൊരു രക്ഷയില്ല. ഗോപിനാഥ്, ഗോപികമാരുടെ രക്ഷകൻ, ഗോപികമാരുടെ വല്ലഭൻ, അങ്ങല്ലാതെ എനിക്കൊരു രക്ഷയില്ല കൃഷ്ണ എന്ന് പറഞ്ഞു. ദേവി കൈ ഉയർത്തി. എൻ്റെ ബലം കൊണ്ടും എന്നെ രക്ഷിക്കാൻ കഴിയില്ല, ഞാൻ പൂർണ്ണമായിട്ടും അങ്ങയെ ആശ്രയിക്കുന്നു. ഉടൻ ഭഗവാൻ കൃഷ്ണൻ ആ വിളി കേട്ടുന്നില്ല. ഉടൻ തന്നെ ഭഗവാൻ അവിടെ എത്തി, അദൃശ്യനായിട്ട്. ദ്രൗപദിയെ ഭഗവാൻ മറച്ചു. ദുശാസനൻ വലിയോടെ പമ്പരം കറങ്ങുന്ന പോലെ പാവം ദ്രൗപദി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവിടെ വസ്ത്രത്തിൻ്റെ വലിയൊരു കുന്ന് തയ്യാറായി. ദുശാസനൻ തളർന്നു. പക്ഷേ ദ്രൗപദിയെ നഗ്നയാക്കാൻ അവിടെ ആർക്കും കഴിഞ്ഞില്ല.
ദ്രൗപദി ദേവി അവിടെ ബോധം കെട്ട് വീഴുക. ഹരേ കൃഷ്ണ. ഇതിൽ കൂടുതൽ ഒരു ഭക്ത എന്താണ് അനുഭവിക്കാറുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഉടനെ ദ്രൗപദി ദേവി ഓർക്കുക, അത്രയൊന്നും നമ്മൾ അനുഭവിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ധൈര്യം ലഭിക്കും. ഈ ഒരു അവസ്ഥ ഒരു സ്ത്രീക്കും ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം ഇത് ഒരു സ്ത്രീ അനുഭവിക്കേണ്ട ഒരു മാക്സിമമാണ്, അപമാനത്തിൻ്റെ മാക്സിമമാണ്. അതിന് ദേവി ഒരു തെറ്റും ചെയ്തിട്ടുമില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമുക്കെല്ലാവർക്കും എന്നും മഹാഭാരതം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഭക്തോത്തമയായിട്ടുള്ള ദ്രൗപദി ദേവിയായിരിക്കും. ഈ രംഗമായിരിക്കണം മഹാഭാരതത്തിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ പാഠം. ആ ഒരു അവസ്ഥയിൽ ദ്രൗപദിയെ രക്ഷിക്കാൻ ഗുരുവായൂരപ്പൻ മാത്രമേ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അത്രത്തോളം ആത്മബന്ധം ദ്രൗപദി ദേവിക്ക് കൃഷ്ണനുമായിട്ടുണ്ട്. ഇതേ ആത്മബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കൃഷ്ണനുമായിട്ട്. എങ്ങനെ? ഭഗവത് സ്മരണയോടുകൂടി. കൃഷ്ണന് ദ്രൗപദി വളരെ പ്രിയപ്പെട്ടവളാണ്. എന്തുകൊണ്ട്? കൃഷ്ണന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ദ്രൗപദി ചെയ്യുന്നില്ല. ഏറ്റവും പതിവ്രതയായിട്ട് 5 ഭർത്താക്കന്മാരുടെ കാര്യം നോക്കും ദ്രൗപദി. അവരെക്കുറിച്ച് തെറ്റായിട്ടുള്ളൊരു ചിന്തയില്ല, തമ്മിലൊരു മത്സരതാ ബുദ്ധിയല്ല. ഈ ഭർത്താവിന് കൂടുതൽ സ്നേഹം, അർജുനോട് കൂടുതൽ ഇഷ്ടമാണെങ്കിലും സേവനം ചെയ്യുന്ന സമയത്ത് ദേവി അങ്ങനെ ഒരിക്കലും ചിന്തിക്കാറില്ല. ഏറ്റവും പതിവ്രതയും പരിശുദ്ധയാണ് ദ്രൗപദി മയ്യാക്കി ജയ. ഒരു പക്ഷേ പ്രാർത്ഥനയെക്കാട്ടിയും ദ്രൗപദിയെ ഭഗവാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും. അതേപോലെ നമ്മളും ഭഗവാന്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായി മാറണം. എങ്ങനെ? നമ്മുടെ പ്രവൃത്തിയിലൂടെ. ഭഗവാനെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല. മണിക്കൂറോളം ലൈനിൽ നിന്ന് ഗുരുവായൂരപ്പനെ കാണുന്നതിൽ തെറ്റില്ല, സന്തോഷമുള്ളൂ. ഭഗവാനെ കാണാൻ ദേവന്മാർ പോലും കൊതിക്കും, മഹാദേവൻ പോലും കൊതിക്കും. പക്ഷേ നമ്മുടെ ജപം, നമ്മുടെ ആചരണം, നമ്മളെപ്പോഴും ധർമ്മത്തിൽ ഉറച്ചിരിക്കുക. 4 യവനിയമങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. അതാണ് ഭഗവാൻ. അതാണ് ആ ഒറ്റ ധർമ്മം നമ്മൾ പാലിച്ചാൽ മതി. പാണ്ഡവരെ പോലെ 100% ധർമ്മം ആചരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ 4 യമനിയമങ്ങൾ: ഒരിക്കലും മത്സ്യമാംസാദികൾ കഴിക്കരുത്, അതിന് കൂട്ടു നിൽക്കുകയും ചെയ്തു. ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അവിഹിത ബന്ധങ്ങൾ ഒരു തരത്തിലും സൂക്ഷിക്കരുത്, ഒരിക്കലും പുലർത്തരുത്. സൂക്ഷ്മ തരത്തിൽ പോലും ഒരു ചാറ്റിംഗ് പോലും പാടില്ല ഒരു തെറ്റായിട്ടുള്ള ചിന്തകളോടുകൂടി. കാശിനോടുള്ള ആർത്തി പാടില്ല. ഈ 4 കാര്യങ്ങളും നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധർമ്മിഷ്ഠരാണ്. അതുകൂടാതെ ഭഗവാനോടുള്ള ഇഷ്ടത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടുകൂടി ഹരേ കൃഷ്ണ മഹാമന്ത്രം കുറഞ്ഞത് ഒരു 16 പ്രാവശ്യം 108 ഹരേ കൃഷ്ണ മഹാമന്ത്രം നിത്യേന ജപി. ഇത് മാത്രം മതി, ഇത് മാത്രം മതി. ബാക്കിയുള്ള സമയം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങളുടെ ഇഷ്ടം. ഭക്തിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും ധർമ്മം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കണം. ഓഫീസിൽ പോകുന്ന ഓഫീസിൽ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന കാര്യം നോക്കൂ. പക്ഷേ ഇത് മാത്രം മുടക്കരുത്. ഇത് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാം മംഗളമേ സംഭവിക്കൂ. ഭഗവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. ഒറ്റ വിളി, നിങ്ങൾ ആപത്ത് ഘട്ടത്തിൽ ഒറ്റ വിളി വിളിച്ചാൽ മതി, കൃഷ്ണ അവിടെ എത്തിയിരിക്കുന്നു. എന്താ സംശയം? നമ്മുടെ ആപത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ തന്നെ കർമ്മ ദുരിതങ്ങളാണ്. പാണ്ഡവരുടെ ജീവിതത്തിൽ വന്നത് അതുകൊണ്ടല്ല, അവരാരാണെന്ന് നമ്മളെ എല്ലാവരും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിലും അവർ ഭഗവാനിൽ ഉറച്ചു നിൽക്കുന്നു, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും എന്നും നമുക്ക് പ്രചോദനം ലഭിക്കാനാണ് പാണ്ഡവർ ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ആ പാണ്ഡവരുടെ ഭക്തി. എന്നും നമുക്ക് പ്രചോദനമായിരിക്കണം. എന്നും ഇവരായിരിക്കണം നമ്മുടെ ഹീറോസ്. അല്ലാതെ കുടുംബത്തിലുള്ളവരെല്ലാവരും എതിർപ്പാണ്, എനിക്ക് പിന്നെ ഇനി ജപം വേണ്ട, എന്തിനാ വെറുതെ ഒരു പ്രശ്നം അല്ലേ, ജപമൊക്കെ മാറ്റിയിട്ട്. ദ്രൗപദി അനുഭവിച്ചോളൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. ആരെന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും ജപം വിടരുത്. അതിന് ജപിക്കാൻ വേണ്ടി മഹാഭാരത യുദ്ധവും നടത്തരുത് വീട്ടിൽ. വീട്ടിലുള്ളവരാരും കൗരവരും ദുര്യോധനൊന്നുമല്ല, ദുശാസനൊന്നുമല്ല.
അവരും പാവങ്ങൾ തന്നെയാണ്. അവർക്ക് നമ്മുടെ അത്രയും ഭാഗ്യം ലഭിച്ചില്ല. അവർ നിർഭാഗ്യരായിപ്പോയി. എന്ത് ചെയ്യാനാ? നമുക്ക് ഭാഗ്യം ലഭിച്ചു ജപിക്കാൻ. അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഗുരുവായൂരപ്പൻ നൽകി. അത് നമ്മുടെ ഭാഗ്യം. അവർ നിർഭാഗ്യരായി പോയതിന് അവരുടെ തെറ്റല്ലല്ലോ. അതുകൊണ്ട് കഴിയുന്നതും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നേരത്തെ തന്നെ മറ്റുള്ളവർ ഉണരുന്നതിന് മുമ്പേ തന്നെ ജപം കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അവർ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ജപമാലയും പിടിച്ചുകൊണ്ടിരിക്കരുത്. അവരുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. അന്നേരം പിന്നെ അവർക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ അവരെപ്പോഴാണോ ടി വിയിലേക്കൊക്കെ നോക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ജപിക്കുക. അവരവരുടെ കാര്യത്തിൽ ബിസി ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ബിസി ആവും. വെരി സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അവർ ടി വി ഒക്കെ കണ്ട് ബോറടിക്കും. ഒരു ചാനൽ കഴിയുമ്പോൾ ഇതിൽ ഒരു പന്ന പ്രോഗ്രാം, ഇനി വേറെ ചാനലൊക്കെ അതിലും ഇതിനെക്കാട്ടി ബെസ്റ്റ് പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാം. അവസാനം ചാനൽ മാറ്റി മാറ്റിയാണ് സമയം ഒരു പ്രോഗ്രാം നേരിട്ട് കണ്ടത്. ഒരു പ്രോഗ്രാം പോലും നേരിട്ടല്ല, ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും. ചാനൽ മാറ്റി മാറ്റി സമയം പോകുന്നു. ഇനി മാറ്റി മാറ്റി നല്ലൊരു സിനിമ ഞാൻ കാണാനുള്ള ആ സിനിമ 1, 2, 3, 10, 20 സെക്കൻഡ് കഴിയുമ്പോൾ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് തീർന്ന് പിന്നെ സിനിമ വീണ്ടും വരുമ്പോൾ ഇത് എവിടെയായിരുന്നു കഥ എന്ന് ഓർമ്മ വരും. എവിടെയായിരുന്നു ഈ കഥ, എവിടെയായിരുന്നു ഓർമ്മ വരുന്നത് അടുത്ത അഡ്വർടൈസ്മെന്റ്. പിന്നെ അങ്ങനെ കഴിഞ്ഞ് അവസാനം ടി വി എടുത്ത് എറിയാൻ തോന്നുന്നു അവർക്ക്. അവസാനം റിമോട്ടെല്ലാം എറിഞ്ഞിട്ട് വന്നിട്ട് വരുമ്പോഴാണ് അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ദുഃഖിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 നിങ്ങൾ സന്തോഷത്തോടുകൂടി ജപിച്ചു. എങ്ങനെ സഹിക്കും? അവര് കഷ്ടപ്പെട്ട് സുഖിക്കാൻ വേണ്ടി ടി വി ഇത്രയും നേരം സ്വിച്ച് ചെയ്തിരുന്നിട്ടും അവർക്ക് ഒരു സന്തോഷം. ഇനി ഡിസ്നി ഹോട്ട്സ്റ്റാറും നെറ്റ്ഫ്ലിക്സും ഇതൊക്കെ മൊബൈലിലുണ്ട്. അതിൽ കുറച്ചു നേരം തപ്പിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ആണ്. ഇഷ്ടം പോലെ പ്രോഗ്രാംസ്. ഇതിൽ ഏതാ കാണണോന്ന് പറഞ്ഞുള്ള കൺഫ്യൂഷനാണ്. ഇത് കാണണോ ഇത് കാണണോ ഇത് ടി വിയിൽ ഒന്നും ഇല്ല, അഡ്വർടൈസ്മെന്റേ ഉള്ളൂ. ഇനി മൊബൈലിൽ യൂട്യൂബിൽ നോക്കാന്ന് പറഞ്ഞാ ഏതാ കാണണോന്ന് പറഞ്ഞ കൺഫ്യൂഷൻ. അന്നേരം ഇത് കാണണോ ഒന്നും പറഞ്ഞുകൂടാ. ഇനി വാട്സപ്പ് നോക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഏതാ മെസ്സേജ് നോക്കണം ഒന്നും അറിയത്തില്ല. പിന്നെ ഓഫീസിലെ ഗ്രൂപ്പ് അയ്യോ അടച്ചു വയ്ക്കാം. ഓഫീസിലെ അത് മെസ്സേജ് കണ്ടിട്ട് ഇനി റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ബോസ് ഇടിക്കും. അങ്ങനെ ഇഷ്ടം പോലെ ഇതായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. എങ്ങനെ ഒരു സന്തോഷം കിട്ടാം? അങ്ങനെ നമ്മളെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എങ്ങനെ സഹിക്കും? അവര് ആനന്ദം തേടി ഇങ്ങനെ നടക്കുവാണ്. നമ്മൾ വളരെ ഈസി ആയിട്ട് ആനന്ദം ആക്സസ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ചെലവും ഇല്ല. അതുകൊണ്ട് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അന്നേരം അവർക്ക് ജപത്തിനോടുള്ള ദേഷ്യമല്ല, അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, അതിന്റെ ഫ്രസ്ട്രേഷൻ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യുക. ഒരു എപ്പോഴും ഈ ജപം പിടിച്ചോണ്ടിരിക്കുകയാണല്ലേ, അന്നേരം എന്ത് ചെയ്യുക? ജപം പിടിച്ചിട്ട് തോളയിലൊക്കെ തട്ടി സമാധാനമായിട്ടിരിക്കുക. എന്താ വേണ്ടത് എനിക്ക്? ഭക്ഷണം ഓക്കെ, ഞാൻ ഇപ്പം റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ ഉണ്ടാക്കി നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് അവർ സന്തോഷം. ഇനി പുറത്ത് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ടെൻഷൻ തല ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അന്നേരം വീട്ടിൽ വരുമ്പോൾ നമ്മളിവിടെ സമാധാനമായിട്ട് ജപിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷൻ. അതുകൊണ്ട് പിന്നെ ജപിക്കത്തക്കവണ്ണം സത്വഗുണം ഉയർന്നിട്ടുമില്ല. അതുകൊണ്ട് പിന്നെ ജപിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ജപമാലയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ
ഇങ്ങനെയൊക്കെ ജപിച്ചു മടുപ്പ്, വേണ്ട, വല്ലാത്തൊരു സാധനം. കാരണം ഈ മരുന്നില്ലേ, മരുന്ന് ഈ എന്താ പറയുക, രോഗം വരുന്ന സമയത്ത് മരുന്ന് ഭയങ്കര കയ്പായിരിക്കും. അതേപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഭയങ്കര കയ്ക്കും അവർക്ക്, കാരണം പുണ്യമില്ലേ. അതുകൊണ്ട് ഭയങ്കര കയ്പായിട്ട് തോന്നും നാമജപം. അതുകൊണ്ട് അവർ ജപമാലയൊക്കെ എടുത്ത് ദൂരെ എറിയും. അതുകൊണ്ട് ഒരു മാല ജപിക്കുന്നത് തന്നെ എത്രയോ വലിയ പാറ പൊട്ടിക്കുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. കാരണം സത്വഗുണം തീരെ ഇല്ല. അന്നേരം സത്വഗുണമൊക്കെ ക്രമേണ കുറച്ച് ജപിച്ച് സത്വഗുണം വർദ്ധിക്കണം. അന്നേരം ഇത് കൊള്ളാലോ, രുചിയായിട്ട് തോന്നും, നല്ല സ്വാദ് നാമജപത്തിൽ തോന്നും. പിന്നെ ടി വി അതിലോട്ടൊന്നും താല്പര്യം, കാരണം ഒരേ പ്രോഗ്രാം, എല്ലാ ചാനലും ഒരേ പ്രോഗ്രാം തന്നെയാണ്. കോമഡി പ്രോഗ്രാംസ് ആണെങ്കിൽ അവരുടെ ചിരി കണ്ടിട്ട് നമുക്ക് അവരോട് ദയ തോന്നും. ഇതിൽ ചിരിക്കാനൊന്നും ഇല്ലല്ലോ എന്നോർത്ത് നമ്മൾ തന്നെ ചിരിക്കും, അവരോട് കാരുണ്യം കാണിക്കാൻ വേണ്ടി. അന്നേരം ഹരേ കൃഷ്ണ. എനിവേ, അന്നേരം ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ആനന്ദം ജപത്തിലാണ്. ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരേ കാര്യം, അതാണ് അവർക്ക് ഭക്തരല്ലാത്തവർക്ക് ഏറ്റവും ദേഷ്യം വരുന്നത്. അതാണ് എല്ലാ ദിവസവും സത്സംഗത്തിൽ ഒരേ കാര്യമാണ് പറയുന്നത്, ശരീരമല്ല ആത്മാവാണ്, ശരീരമല്ല ആത്മാവാണ്. ഇത് തന്നെയല്ലോ അല്ല, ഇതിനകത്ത് എന്തോന്ന് ഇത്ര കേട്ട്. ഒരേ ആളിനെ കുറിച്ചല്ലേ പറയുന്നത്. മയിൽപീലിയും ചൂടി ഓടക്കുള്ളിലും പിടിച്ച് കിടക്കുന്ന പീതാംബരം ധരിച്ച ഒരാള്. ഇത് എത്രയോ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഇത് നമുക്കറിയാം. ഭഗവാൻ വന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തരാം, അല്ലേ? കൃഷ്ണൻ വന്നു, കംസൻ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, അതിന് പൂതനെ കൊന്നു, തൃണാവർത്തനെ കൊന്നു, അവസാനം പിന്നെ കുറെ അസുരന്മാർക്ക് കാളിയമർദ്ദനം, ഗോവർദ്ധനം, ഇത് തന്നെ. പിന്നെ തിരിച്ച് കൃഷ്ണൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? കംസനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് കുറെ ഇതൊക്കെ ചെയ്തു, ഗീത ഉപദേശം പോയി. എത്രയേ ഉള്ളൂ. ഇതിനകത്ത് എന്തോന്ന് ഇത്ര വീണ്ടും വീണ്ടും പറയാൻ? ഇതാണ് അവരുടെ ചിന്താഗതി. പക്ഷേ നമ്മുടെ ആനന്ദം നമുക്കല്ലേ അറിയൂ. കാരണം നമ്മൾ കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും പറയുമ്പോൾ, ആ ഭാഗവത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ടി വിയിലും കാണാൻ പറ്റാത്ത ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു സിനിമ ഉണ്ടാക്കിയാലും ഇതേപോലൊരു ദൃശ്യം നമുക്ക് കാണാൻ കഴിയില്ല. അത്ഭുതകരമായിട്ടുള്ള ദൃശ്യം നമ്മുടെ കൺമുമ്പിൽ. എന്തോ കോടാനുകോടി VFX ഒക്കെ, കോടാനുകോടി രൂപ ചെലവാക്കിയ VFX എല്ലാ എഫക്ട്സും യൂസ് ചെയ്തിട്ട് ഒരു കാണുന്ന ദൃശ്യമാണ് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതിന് തുല്യമായിട്ട് വേറൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എത്ര കേട്ടാലും കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴും പുതിയതായിട്ട് തന്നെ തോന്നും, ഒരിക്കലും മടുപ്പ് തോന്നില്ല. അത് അവർക്ക് മനസ്സിലാവില്ല, കാരണം സത്വഗുണത്തിൻ്റെ അഭാവം. അതാണ് മെയിൻ പ്രശ്നം. രജോ ഗുണത്തിലുള്ളവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് മടുക്കും, പിന്നെ അതിനോടുള്ള താല്പര്യം പോവും. തമോ ഗുണത്തിന് ഉള്ളവർക്ക് ഒന്നിനോടും താല്പര്യമില്ല, അലസതയിലും മന്ദിപ്പ് രീതിയിലും അങ്ങ് നിൽക്കും. സത്വഗുണത്തിലുള്ളവർക്ക് ഒരു കൃത്യനിഷ്ഠതയോടുകൂടി ഒരു കാര്യം തുടർന്നു കൊണ്ടേ പോകാൻ പറ്റും. നമുക്ക് സത്വഗുണത്തിൻ്റെ ബലം വേണം. പൊതുവേ നമ്മൾ പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദേവന്മാർ ഭഗവാനോട് പറയും, ഭഗവാൻ എത്രയും പെട്ടെന്ന് കൊല്ലൂ, ഇനി സന്ധ്യ കഴിയാറായി, രാത്രി കഴിഞ്ഞ അസുരന്മാരുടെ ശക്തി കൂടും. അതേപോലെയാണ് തമോ ഗുണം വർദ്ധിക്കുമ്പോൾ തമോ ഗുണത്തിലുള്ളവരുടെ ശക്തി വർദ്ധിക്കും. അന്നേരം നമ്മൾ സത്വഗുണത്തിലുള്ളവരാണ്, സത്വഗുണത്തിൽ ഇരിക്കേണ്ടവരാണ്. അതിനാണ് നമ്മൾ സത്സംഗം കേൾക്കുന്നതും ജപിക്കുന്നതും. അന്നേരം ഈ ജപം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഊർജമാണ്. സത്വഗുണത്തിൻ്റെ ഊർജം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മായാദേവിയുടെ പ്രലോഭനങ്ങളെയും മായാദേവിയുടെ അടിയെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ഒരു മല്ലയുദ്ധമാണ്. നേരത്തെ പറഞ്ഞില്ല, ഭീമനും ജരാസന്ധനുമായിട്ടുള്ള ഒരു യുദ്ധമാണ് നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മനസ്സ്, ആ മല്ലയുദ്ധത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ സത്വഗുണം ശക്തമാക്കണം. ഏകാദശി വ്രതം, ഭഗവാന്റെ പ്രസാദമല്ലാതെ വേറൊന്നും കഴിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ സത്വ എനർജിയെ വർദ്ധിപ്പിക്കും. ഈ സത്വ എനർജി വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ മനസ്സിൻ്റെ ഊഹാപോഹങ്ങളെ, സങ്കല്പങ്ങളെ മറികടക്കാൻ കഴിയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വലിയൊരു പോരാട്ടമാണ്. നിങ്ങൾക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും മനസ്സിനെ കീഴ്പ്പെടുത്തിയേ പറ്റൂ.
മനസ്സിനെ കീഴടക്കാത്ത വ്യക്തികൾക്ക് ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടും ജപിച്ചേ പറ്റും. എല്ലാവർക്കും, പ്രത്യേകിച്ച് കലിയുഗത്തിലെ ധർമ്മമാണ് നാമജപം. നാമം ജപിക്കാത്തവർ ഈ ലോകത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. അന്നേരം നമ്മൾ വിചാരിക്കും ഈ വലിയ വലിയ പണക്കാരൊക്കെ നാമം ജപിച്ചാണോ? പൂർവ്വജന്മത്തിലെ സാധനയാണ് അവരുടെ. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാശുണ്ട്, കാശ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാശ് മാത്രമേ ഉള്ളൂ. സുഖം, സന്തോഷം, സമാധാനം ഒന്നുമില്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോട്ടോ ഇടുമ്പോൾ മാത്രമേ അവർ ചിരിക്കാറുള്ളൂ. ഷൂട്ടിൻ്റെ സമയത്ത് ആക്ഷൻ എന്ന് പറയുമ്പോഴേ ചിരിക്കാറുള്ളൂ. അല്ലാത്ത സമയം എല്ലാം കരച്ചിൽ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ. ഫ്രസ്ട്രേഷനാണ്. ഏറ്റവും മെസറബിളാണ് അവരുടെ ലൈഫൊക്കെ. ആരായാലും ശരി, ജപിക്കാതെ ഒരു രക്ഷയില്ല. സാക്ഷാൽ ബ്രഹ്മദേവന് പോലും ഒരു രക്ഷയില്ല. അതാണ് നമ്മൾ ബ്രഹ്മസ്തുതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ അധീനതയിലാണ്. ബ്രഹ്മദേവൻ ജപിക്കുന്നു, മഹാദേവൻ ജപിക്കുന്നു, ഹനുമത് സ്വാമി ജപിക്കുന്നു, മീരാബായി ജപിച്ചിരുന്നു, പാണ്ഡവർ ജപിച്ചിരുന്നു, എല്ലാവരും ജപിക്കുന്നു. ഭക്തരെപ്പോഴും ജപിക്കണം. ജപമല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല. ആദ്യം ജപം ഒരു തപമായിരിക്കും. തപം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ നിർബന്ധിപ്പിച്ച് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഉയർച്ചയ്ക്ക് വേണ്ടി. ജപം ഒരു തപമായിരിക്കും. പക്ഷേ പിന്നെ ആ ജപം നമ്മുടെ ഏറ്റവും ആനന്ദകരമായിട്ടുള്ള നിമിഷങ്ങളായിട്ട് മാറും. തുടക്കത്തിൽ ഒരു തപം എന്നുള്ള രീതിയിൽ ജപത്തെ ചെയ്യുക. ജപത്തെ പോലെ വേറൊരു തപം വേറെയില്ല. ഹരേ കൃഷ്ണ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ സത്സംഗത്തിൽ നിന്ന് പഠിച്ചത്. ഇനി വൈകുന്നേരം മഹാഭാരതത്തിൽ നമുക്ക് കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. श्रीमती राधा रानी की जय, चैतन्य महाप्रभु जय, प्रभुपाद जी की जय, गुरु महाराज की जय.